മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ഈ പാട്ട് ഞാൻ ഇന്ന് പാടുവാനായിട്ട് പ്രധാന കാരണമുണ്ട്. 1979 മുതൽ 1982 വരെയാണ് ഞാൻ കോട്ടയം മാർത്തോമ തിയോളജിക്കൽ സെമിനാരിയിൽ വൈദിക വിദ്യാഭ്യാസം നടത്തിയത്. 2 വർഷം എനിക്കൊരു പ്രത്യേക ചുമതല സെമിനാരിൽ നിന്ന് നൽകിയിരുന്നു. കോട്ടയത്തുള്ള മാർത്തോമ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പഠന ക്ലാസ്സുകൾ കോട്ടയത്തുള്ള എല്ലാ കോളേജുകളിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ ചുമതലപ്പെടുത്തിയിരുന്നത്. BCM-ലും ബെസേലിയോസിലും CMS-ലും മൗണ്ട് കാർമൽ ട്രെയിനിങ് കോളേജിലും ഗവൺമെൻറ് കോളേജിലുമൊക്കെ ഇങ്ങനെ സ്റ്റുഡൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. വിവിധ ദിവസങ്ങളിൽ അവർ ക്ലാസ് എടുക്കുവാനായിട്ട് ലക്ഷ്യ ടൈമിൽ ഞാൻ പോകുമായിരുന്നു. ബെസേലിയോസ് കോളേജിലെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നത് മനോരമയുടെ ഗസ്റ്റ് റൂമിലാണ്. കോളേജ് അനുവദിക്കാഞ്ഞതുകൊണ്ട് മനോരമയുടെ ഗസ്റ്റ് റൂമിലാണ് എല്ലാ ചൊവ്വാഴ്ചയും നടന്നുകൊണ്ടിരുന്നത്. ഒരു ചൊവ്വാഴ്ച ഞാൻ അവിടെ ചെന്നപ്പോൾ 2 കുട്ടികൾ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന 2 കുട്ടികൾ, അന്ന് പ്രീ ഡിഗ്രി കോളേജുകളിലാണ്, 16-17 വയസ്സുള്ള 2 കുട്ടികൾ എന്നോട് പറഞ്ഞവർ സ്റ്റഡി ക്ലാസ് സംബന്ധിക്കുന്ന കുട്ടികളാണ്. ഒന്ന് മർത്തോമാക്കാരനാണ്, വേറെ സഭക്കാരനാണ്. ഈ കുട്ടികൾ എന്നോട് പറഞ്ഞു, സാറേ കഴിഞ്ഞ ആഴ്ച ഒരു വലിയ സംഭവം നടന്നു. ഞാൻ എന്താ മക്കളെന്ന് ചോദിച്ചവൾ പറഞ്ഞു, ഞങ്ങൾ ഈ പാട്ട് മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ എന്നുള്ള പാട്ട് ഇങ്ങനെ ഡെസ്കേലടിച്ച് വെറുതെ പാടി 11 മണിക്ക് ഇൻ്റർവെൽ സമയത്ത് ഈ പാട്ട് ഇറങ്ങിയിടെയാണ്. 40-45 വർഷം മുമ്പാണ്. വളരെ അങ്ങ് കത്തി നിൽക്കുന്ന, ചെത്തി നിൽക്കുന്ന പാട്ടാണെന്ന് അവരിങ്ങനെ അടിച്ചു പാടി 2 കുട്ടികൾ. അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മലയാളം BA-ക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി വേഗം വന്ന് ഈ കുട്ടികളോട് ചോദിച്ചു, ആരുടെ കാര്യമാണ് നിങ്ങൾ പാടിയത്? അപ്പോൾ ഇവരങ്ങ് പകച്ചുപോയി. കുട്ടികൾ ഒരു വെറുതെ പാടിയെന്നേ ഉള്ളൂ. ആരുടെ കാര്യമാണ് നിങ്ങൾ പാടിയത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ പാടിയത് യേശുവിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ പെൺകുട്ടി ചോദിച്ചു, മനക്ലേശ തരംഗങ്ങൾ വരുമ്പോൾ സഹായിക്കുന്നത് ആരാണ്? മനക്ലേശ തരംഗങ്ങൾ വരുമ്പോൾ യേശു സഹായിക്കുമോ? കുട്ടികൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി പറഞ്ഞു, ഇന്ന് ഞാൻ പള്ളിക്കത്തോട്ടിൽ നിന്ന് കോളേജിൽ വന്നത് 1 രൂപ അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചുകൊണ്ടാണ്. 30 പൈസ അങ്ങോട്ടും 30 പൈസ ഇങ്ങോട്ടും. ഞാനിന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കൊന്നും കൊണ്ടുവന്നിട്ടുമില്ല, കാരണം ഞങ്ങളുടെ വീട്ടിലൊന്നുമില്ല. എൻ്റെ അച്ഛൻ മരിച്ചതാണ്, അമ്മയാണ് ഞങ്ങളെ പുലർത്തുന്നത്. എൻ്റെ ഇളയ 2 സഹോദരിമാരുണ്ട്. തുണി നനച്ചു കൊടുത്താണ് അമ്മ ഞങ്ങളെ പുലർത്തുന്നത്. മനക്ലേശമേ ഞങ്ങൾക്കുള്ളൂ, യേശു ഞങ്ങളെ സഹായിക്കുമോ? ഈ കുട്ടികളങ്ങ് പകച്ചുപോയി. അവർ പറഞ്ഞു, ചൊവ്വാഴ്ച ഞങ്ങളുടെ ഒരു സാറ് വരും, സാറിനോട് നമുക്കിതിനെ സംസാരിക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ പെൺകുട്ടിയുമായി അവരുടെ തുടർന്ന ക്ലാസ്സുകളിലൊക്കെ വരാൻ തുടങ്ങി. ആ പെൺകുട്ടിയുമായി സുവിശേഷം പങ്കുവെക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അവൾ മധ്യ കേരളത്തിലെ പേരുകേട്ട ഒരു സുവിശേഷ പ്രവർത്തകയായി തുടർന്ന് പ്രവർത്തിച്ചു. മാർത്തോമ സഭയിലെ മറ്റൊരു സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകയായി പ്രവർത്തിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കി. എവിടെയും പ്രസംഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ യേശുവിനെ കണ്ടത് ബെസേലിയോസ് കോളേജിലെ ഒരു ക്ലാസ് മുറിയിൽ വെച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി പ്രസംഗങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്നറിയാമോ? ഒരു പാട്ടിൻ്റെ സ്റ്റാൻസായിക്ക് ഇങ്ങനെ ജനഹൃദയങ്ങളെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ കഴിയും. അത് നമ്മൾ പാടണം, പ്രസംഗിക്കണം, സാക്ഷ്യം വരണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ജീവനുള്ള ക്രിസ്ത്യാനികളായി നമ്മൾ അതാണ് നമ്മുടെ ചുമതല. അതിനാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സമാപന ദിവസമാണ്. വരിക, കേൾക്കുക, പോവുക, അതെന്താണ്? അങ്ങനെയല്ല. അനുഗ്രഹം പ്രാപിച്ചാൽ മാത്രം വരാം. അനുഗ്രഹം പങ്കുവെക്കാനുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുക എന്നുള്ളതാണ് സഭയുടെ ധർമ്മം. പൗരസ്ത്യ സുവിശേഷ സമാജം. സുവിശേഷം എന്ന് പറഞ്ഞാൽ തന്നെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല. അത് ഒതുക്കി വെക്കണം. പ്രൈവറ്റ് പ്രോപ്പർട്ടി നമ്മുടെ സ്വന്തം ഒന്നും. നമ്മളെ ഏൽപ്പിച്ചേക്കുകയാണ്. സുവിശേഷം ഏൽപ്പിക്കപ്പെട്ടതാണ്. നമ്മളെ ഏൽപ്പിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ആ ഏറ്റ സുവിശേഷം പങ്കുവെക്കാനുള്ളതാണ്. അത് ഒതുക്കി വെക്കാനുള്ളത്. പങ്കുവെക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും. കർത്താവിന് വേണ്ടി ലോകം ഒരുങ്ങും. നമ്മൾ മാത്രം ഒരുങ്ങിയാൽ പോരാ, നമ്മൾ ഒരുങ്ങിയവരെ നമ്മുടെ ചുമതലയാണ് ഒരുക്കുക എന്നുള്ളത്. ആ ഒരു വലിയ ദൗത്യത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിയത്. പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി എന്ന് വന്ന് കേട്ടോണ്ടിരുന്നാൽ മതിയോ? ഇപ്പം നിങ്ങളോട് ചോദിക്കും, ഇന്ന് നിങ്ങൾ എന്തിനാ വന്നത്? ഇനി പ്രാപിക്കാൻ വന്നേക്കും. എന്താ പ്രാപിക്കാനാ? എല്ലാം പ്രാപിക്കാനുണ്ട്. ഇനി അതുകൊണ്ട് വന്നേക്കുന്നത് പ്രാപിക്കാനല്ല, കുറേയൊക്കെ ഉപേക്ഷിക്കാനാണ്. കോട്ടയങ്കാട് പ്രത്യേക പ്രാർത്ഥന, ആമീൻ കർത്താവ് വേഗം തരയണമേ.
എപ്പോഴും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കണം, ഞങ്ങളിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ തന്നുകൊണ്ടിരുന്നാൽ മതിയോ? എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ല. അതുകൊണ്ട് കുറെ കൂടെ നല്ല പ്രാക്ടിക്കലായി സുവിശേഷത്തെ സ്നേഹിക്കുന്നതിനും സുവിശേഷത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? സുവിശേഷം പങ്കുവെക്കുകയാണ്. ഇല്ലേ, നമ്മൾ സ്നേഹിക്കുന്നവർക്കല്ലേ പങ്കുവെക്കുന്നത്. നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുമോ? അപ്പം നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിനെ മറ്റുള്ളവർ പങ്കുവെക്കണം. അങ്ങനെ ആഹ്വാനം നിങ്ങൾക്ക് തരികയാണ്. ഇന്ന് നമ്മൾ വായിച്ച ഈ വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അറിയപ്പെടുന്നത് വെസ്റ്റ്മിനിസ്റ്റർ ആബി ഓഫ് ബൈബിൾ എന്നാണ്. വേദപുസ്തകത്തിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ മഹാരഥന്മാരെ, ചക്രവർത്തിമാരെയും മഹാരാജാക്കന്മാരെയും അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പുമാരെയും ഉന്നത രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വെസ്റ്റ്മിനിസ്റ്റർ ആബി. വേദപുസ്തകത്തിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി എന്ന് പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിലെ മഹാരഥന്മാരുടെ പിതാക്കന്മാരുടെ നിര്യാണ വാർത്ത ചേർത്തിരിക്കുന്ന അധ്യായമായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഹാബേൽ മുതൽ ഇങ്ങോട്ട് പിതാക്കന്മാരുടെ പേര് പറഞ്ഞിരിക്കുകയാണ്. ഹാനോക്ക്, നോഹ, അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാരുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളിവിടെ വായിച്ചത് അബ്രഹാമിൻ്റെ കാര്യമാണ്. സഭയിലെ ആദ്യത്തെ അംഗമാണ് അബ്രഹാം. പഴയ നിയമസഭയുടെ തുടർച്ചയാണല്ലോ പുതിയ നിയമസഭ. ചിലപ്പോൾ മൂത്ത് ഇപ്പം പഴയതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നത്. ഈയിടെ ആരും പറഞ്ഞു കേട്ടു, പഴയ നിയമം നമുക്ക് വേണ്ട, പുതിയ നിയമം മതി എന്ന് പറഞ്ഞ വേദവിപരീതികളൊക്കെ ഉള്ള കാലത്ത് പഴയ നിയമസഭയുടെ തുടർച്ചയാണ് പുതിയ നിയമസഭ എന്ന അപ്പോസ്തോലിക സഭകൾ, എപ്പിസ്കോപ്പൽ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ വിശ്വസിക്കുകയും വേണം. അങ്ങനെ സഭയുടെ ആദ്യത്തെ അംഗമാണ് അബ്രഹാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ 11 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ലോക ചരിത്രം മുഴുവനാണ് പറയുന്നത്. എന്നാൽ 12-ാം അധ്യായം വരുമ്പോൾ ഒരു ജനതയെ വേർതിരിച്ച് അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ലോകത്തിന് മുമ്പിൽ മാതൃകയായി നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം ആദ്യം വിളിച്ച ആളാണ് അബ്രഹാം. ദൈവം വിളിക്കുന്നവനാണ്. യഹോവയായ ദൈവം സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെയും ഭൂമിയെ വിളിക്കുന്നവനായ ദൈവം. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്താ വാച്ചാ, വിളിക്കുമ്പോൾ അങ്ങ് പോകണോ? അതിനു വേണ്ടി ആ വിളിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ദൈവം നമ്മളെ വിളിക്കുന്നു. ദൈവവിളി നല്ലതാണോ? ദൈവവിളി നല്ലതാണോ? ദൈവവിളി നല്ലതല്ല. ദൈവവിളി വേദനാജനകമാണ്. ദൈവവിളി അനുസരിച്ചാൽ വേദനിക്കും. ദൈവത്തോടുള്ള യാത്ര ഒട്ടും സുഖകരമല്ല. ലാൻഡിങ് സേഫ് ആയിരിക്കുമെന്നേ ഉള്ളൂ. ലാൻഡിങ് സേഫാണ്. ഗട്ടറും കോളും വേദനയും നിറഞ്ഞതാണ്. അച്ഛനോട് ചോദിച്ചാൽ പറഞ്ഞു തരുമല്ലോ, പാറയ്ക്കര അച്ഛൻ പറഞ്ഞു തരുമല്ലോ. ദൈവത്തോടുള്ള യാത്ര വേദനാജനകമാണ്. ഗട്ടറും കുഴികളും വേദനയും ഉള്ളതാണ്. എന്നാൽ ലാൻഡിങ് സേഫ് ആയിരിക്കുമെന്നേ ഉള്ളൂ. ചിലർ ദൈവവിളി കേൾക്കും, ചിലർ കേൾക്കത്തില്ല. വിശുദ്ധ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഇടിയും മിന്നലും ഒക്കെ കണ്ട് ദൈവവിളി കേട്ട്. കൂടെ ആരെല്ലാം ഉണ്ട്? അവരെല്ലാം കേട്ടോ? അപ്പോൾ ചിലർ കേൾക്കുകയും, ഞങ്ങളുടെ സഭയിലാണെങ്കിൽ സാക്ഷ്യം പറച്ചിൽ. അപ്പോൾ ചിലർ ഇന്ന വർഷം ഇത്രാം തീയതി ദൈവം എന്നെ വിളിച്ചു എന്ന് പറഞ്ഞ് ചില ചുമ്മാ പറയാം, എന്നെ ആരെയും എന്താ അത് വിളിക്കാത്ത. അപ്പോൾ ചിലർ കേൾക്കുകയും ചിലർ കേൾക്കാതിരിക്കുകയും. ദൈവവിളി കേൾക്കുന്നതിന് നമുക്ക് ദൈവവിളിയോടൊരു ആഭിമുഖ്യം ഉണ്ടായിരിക്കണം, ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. അബ്രഹാം ദൈവവിളി കേട്ടതിനെ കുറിച്ച് ഒത്തിരി എക്സ്ട്രാ ബിബ്ലിക്കൽ സ്റ്റോറീസ് ഉണ്ട്. അതിലൊന്നിതാണ്, അബ്രഹാമിൻ്റെ പിതാവായ തേരഹിൻ്റെ ജോലി ദൈവത്തെ വിൽക്കുകയായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ പ്രധാന ബിസിനസ്സാണല്ലോ ദൈവങ്ങളെ വിൽക്കുക. അത് പലതരത്തിൽ വിൽക്കുന്നവരുണ്ട്. അപ്പോൾ അബ്രഹാമിൻ്റെ പിതാവായ തേരഹിൻ്റെ ജോലി ദൈവങ്ങളെ ഉണ്ടാക്കി വിൽക്കുക. കൽദേരുടെ ഊരിലെ ദൈവങ്ങൾ പ്രകൃതി ശക്തികളാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയൊക്കെ പ്രതിമ ഉണ്ടാക്കി തടിയിൽ ഉണ്ടാക്കിയിട്ട് ചായമടിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക. ആളുകൾ വാങ്ങിക്കും. ഒരു ദൈവം വീട്ടിൽ ഇരിക്കട്ടെ, വേണ്ടായോ? നല്ല സൗകര്യമുള്ള കച്ചവടം. അപ്പോഴൊക്കെ ഈ അബ്രഹാമിനൊരു സംശയമുണ്ട്. സൂര്യൻ ദൈവമാണെങ്കിൽ എന്താണ് രാത്രി കാണാത്തത്? ചന്ദ്രൻ ദൈവമാണെങ്കിൽ എന്താണ് പകൽ കാണാത്തത്? അപ്പോൾ രാത്രിയിലൊരു ദൈവം, പകൽ വേറെ ദൈവത്തിന് ഇങ്ങനെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അബ്രഹാമിനുണ്ടായിരുന്നു. ഒരു ദിവസം തേരഹ് വാർത്ത നല്ല വിഗ്രഹങ്ങളുമായി കൊട്ടയെ വെച്ചുകൊണ്ട് ഒരു ചന്തയ്ക്ക് പോയി വിൽക്കാൻ പോയി. കുറേ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ചന്തയ്ക്ക് വിൽക്കാൻ. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ പോയി വിറ്റേച്ച് വരുമ്പോഴത്തേക്ക് നീ കുറേ ദോശ ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പോൾ ഈ തേരഹ് നടന്നു പറഞ്ഞപ്പോൾ അബ്രഹാമിന് നല്ല അവസരം കിട്ടി ഒന്ന് പരിശോധിക്കുക, ഈ ദൈവങ്ങളെ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ അദ്ദേഹം അടുത്ത ചന്തയ്ക്ക് വിൽക്കാനുണ്ടായിരുന്ന പണിത് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ദൈവത്തെ കൊണ്ട് അടുപ്പിൻ്റെ അവിടെ വെച്ചു. അടുപ്പ് കത്തിച്ചു. ആദ്യം ദോശക്കല്ല് വെച്ചു കൊടുത്ത് ആദ്യത്തെ ദോശ ഒഴിച്ചും കൊടുത്തു അബ്രഹാം. എന്നിട്ട് തവിയും ഒക്കെ അവിടെ വെച്ചിട്ട് ചട്ടുകമൊക്കെ അവിടെ വെച്ചിട്ട് അബ്രഹാം, ഞാനൊന്ന് ചുറ്റി അടിച്ച് വരുമ്പോഴത്തേക്ക് നീ കുറച്ച് ദോശ ഉണ്ടാക്കി വെച്ചേക്കണം. അബ്രഹാം അങ്ങനെ ഒന്ന് കറങ്ങി അടിച്ചേച്ച് വന്നപ്പോൾ ഈ ദോശ കരിഞ്ഞെന്ന് മാത്രമല്ല, ഈ ദൈവം തന്നെ അടുപ്പ് വീണ് പകുതി കത്തിക്കിടക്കുകയാണ്. അപ്പോഴാണ് അബ്രഹാമേ ദൈവം വിളിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ നിലവാരത്തെക്കുറിച്ച്, നമ്മുടെ നിലപാടുകളെക്കുറിച്ച് എപ്പോഴും ശോധന ചെയ്തുകൊണ്ടിരിക്കണം. അടഞ്ഞ മനസ്സ് ദൈവം പ്രവർത്തിക്കത്തില്ല.
ഞാൻ ഇത്രയൊക്കെ മതി, ആദ്യം വരെ എന്നേക്കും തന്നെ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാലൊക്കത്തില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ നമ്മൾ ഒരുങ്ങണം. ഈ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ മന്ദമായ ശബ്ദം കേൾപ്പാൻ നമുക്ക് ഒരുങ്ങണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമുക്കറിയാം ഈ ദൈവവിളി അത്ര നല്ലതല്ല, വേദനാജനമാണ്, നഷ്ടമാണ്. ഒരു ഞാൻ മർത്തമക്കാരനെ തന്നെ പറഞ്ഞേക്കാം. ഒരു മർത്തമക്കാരൻ്റെ ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. 38 വർഷമായി കുളക്കരയിൽ കിടക്കുകയാണ്. കുളക്കര എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലേക്ക് ഷോറാണ് അല്ലേ? കുളക്കരയുടെ ഇംഗ്ലീഷാണല്ലോ ലേക്ക് ഷോർ. അന്നത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കുളക്കര. അവിടെ ഒരാൾ കിടക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് അങ്ങോട്ട് ചെന്നു. കർത്താവ് ഇങ്ങനെ വിളിക്കുന്നവനാണ്. വലിയ വലിയ ആശുപത്രിയിൽ വെച്ച് ദൈവം വിളിക്കത്തുള്ളൂ അല്ലേ? നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ കോതമംഗലത്തെ ആ ആശുപത്രി വെച്ച് എന്നെ ദൈവം വിളിച്ചെന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. വെല്ലൂർ വെച്ച് ദൈവം വിളിച്ചെന്ന് പറയും, ആസ്റ്റർ സിറ്റി വെച്ച് ദൈവം വിളിക്കും, അമൃതായി വെച്ച് ദൈവം വിളിക്കും. കൊച്ചു കൊച്ചു ആശുപത്രി ദൈവം വിളിയായിട്ട് നമ്മൾ അംഗീകരിക്കത്തില്ല. അവിടുത്തെ വലിയൊരു ആശുപത്രിയാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കുളക്കര. 38 വർഷമായിട്ട് ഒരു പുള്ളി കിടപ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് കർത്താവ് അവിടെ ചെന്നു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? വളരെ ലളിതമായിട്ട് ചോദിച്ചു അല്ലേ? സിമ്പിൾ ചോദ്യമല്ലേ? അവന് മനസ്സുണ്ടോ? ഇതാ അവൻ പറഞ്ഞ്, നീ മർത്തമാക്കാൻ നല്ല യാക്കോവക്കാരൻ, മിണ്ടാതിരിക്കും, വെള്ളഞ്ഞ് കിടക്കുകയാണ്, മിണ്ടാതിരിക്കും. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ എന്തോ പറഞ്ഞു, എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. അവനോട് അതുവല്ലം ചോദിച്ചോ? പിന്നെ ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഞാൻ ചെല്ലുമ്പോൾ ഇവൻ ചാടും. അതായത് ചോദിക്കുന്ന ഒന്ന്, പറയുന്ന വേറൊന്ന്. തലയിൽ എന്നാ തിരുവല്ല, എവിടെ പോവാ ഓലക്കെട്ട്. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. ചോദിച്ചു പറഞ്ഞു, എന്തോ ചോദിച്ച, തലയിൽ എന്തോ തിരുവല്ല, എവിടെ പോവാ ഓലക്കെട്ട്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല. നിനക്ക് സൗഖ്യമാകാൻ മനസ്സ്, ഞാൻ ചെല്ലുമ്പോൾ ഇവൻ ചാടും. എന്തിനാ ഇവൻ ഒഴിവ് പറയുന്നേ? കാരണം ഇദ്ദേഹം കയറി സൗഖ്യമാക്കിയാൽ നാളെ തൊട്ട് കള്ളപ്പരിപാടിയൊന്നും നടക്കുകയില്ല. 38 വർഷമായി ഇവിടെ കിടന്ന് വിളഞ്ഞ് കൊന്തൊടിഞ്ഞ് കിടക്കുന്ന രോഗി യൂണിയൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. INTUC ആണോ KTUC ആണോന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. രോഗി യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. ഒരു പുതപ്പ് ഒരു പാത്രവും കിടന്നുകൊണ്ട് നോക്കുകൂലിയും വാങ്ങിച്ച് കൈകൊണ്ട് മെയ്യ് അനങ്ങാതെ സുഖമായി ജീവിക്കുകയാണ്. ഇദ്ദേഹം കയറി സൗഖ്യമാക്കിയാൽ നാളെ തൊട്ട് നടക്കുമോ? പിന്നെ ക്രിസ്ത്യാനിയായി മർത്തമാക്കാനായിപ്പോയില്ല, പിന്നെ എങ്ങനെ നോ പറയുന്നത്? നിനക്ക് സൗഖ്യമാകാൻ ഇങ്ങനെ ഞരങ്ങി മൂളി എത്ര നാളായിട്ടിരിക്കുന്നു, ഇന്ന് വരെ സൗഖ്യമാകാൻ മനസ്സുണ്ട് കർത്താവേ സൗഖ്യമാക്കണേ എന്ന് പറയോ? പറയാത്ത ഇതാണ് നഷ്ടം. നമുക്കറിയാം, തോമാശ്രീയുടെ കാലം തൊട്ട് പ്രസംഗം കേൾക്കുന്നതല്ലേ, നമുക്കിതൊക്കെ ഒത്തിരി അറിയാം. ഇതൊക്കെ നഷ്ടമാണ്. അങ്ങനെ പ്രസംഗം കേട്ട് നഷ്ടപ്പെടുത്തിയ ഒരാളാണ് ഞാൻ. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ട്, പലർക്കും യൂട്യൂബിലൊക്കെ എൻ്റെ പ്രസംഗം കിടപ്പാണ്ട് പിന്നെ പുത്തൻകുരിശൊക്കെ ഞാൻ വന്ന് ഇവിടെ മിക്ക പള്ളികളിൽ ഞാൻ വന്ന് പ്രസംഗിച്ചിട്ടുമാണ്. ഞാനൊരു ജന്മനാ ഒരു ക്രിസ്ത്യാനിയല്ല. എൻ്റെ മാതാപിതാക്കൾ നായന്മാരാണ്. എൻ്റെ പിതാവിൻ്റെ വീട് കടമ്മനിട്ട, പത്തനംതിട്ട കടമ്മനിട്ട വഴുത്താനത്ത് മേച്ചേരിപ്പറമ്പിൽ കൃഷ്ണപിള്ള. എൻ്റെ അമ്മച്ചി കീക്കഴൂർ, റാന്നി കീക്കഴൂർ മലമന്നത്ത് വലിയകാലായ ദേവകിയമ്മ. രണ്ടും വളരെ ഉയർന്ന നല്ല നായർ തറവാടുകളാണ്, ഓർത്തഡോക്സ് നായർ ഫാമിലീസാണ്. നല്ല ഭൗതിക സാഹചര്യങ്ങളുള്ള വളരെ ഉയർന്ന 2 തറവാടുകളാണ്. പക്ഷേ എൻ്റെ അമ്മച്ചി നാമം ജപിക്കുന്നത് നരകത്തിൽ എന്നെ കരകയറ്റിയിടണേ തിരുവയ്ക്കം വാഴിശിവശുമ്പോൾ എന്നാണ് കേട്ടത്. സന്ധ്യാസമയത്ത് ദീപം കൊളുത്തി നാമം ജപിക്കും ഈ ഹിന്ദുക്കളൊക്കെ. നമുക്കതൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, നമ്മൾ ഉറങ്ങുകയല്ല, നമുക്ക് വേറെ പരിപാടികളാണ്. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ ദീപം കൊളുത്തി നാമം ജപിക്കും. പ്രാർത്ഥന ഇങ്ങനെയാണ്, നരകത്തിൽ എന്നെ കരകയറ്റിയിടണേ തിരുവയ്ക്കം വാഴിശേഷം. അപ്പോൾ എല്ലാവരും വിചാരിക്കും ദേവകി അമ്മയ്ക്ക് എന്താ ഇത്ര നരകം? എൻ്റെ പിതാവ് ഒരു അമിത മദ്യപാനിയായിരുന്നതാണ്. ഈ ലോകത്തിലൊരു നരകമുണ്ടെങ്കിൽ അത് ജംഷിമേലച്ചൻ്റെ വീടെന്നല്ല, മദ്യപാനിയുടെ വീടാണ്. ഏത് മദ്യപാനിയുടെ? മദ്യപാനി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലരുടെയൊക്കെ ഓർമ്മ വന്നല്ലേ, ചിലരുടെ ചിത്രം. റോഡിൽ കിടക്കുന്ന തോമ, കീവറിച്ചൻ, പാക്കരൻ, കോവാലൻ, അവർ മാത്രമല്ല മദ്യപാനി. ക്ലബ്ബിൽ പോയി കുടിക്കുന്നവനും പിന്നെ ബാറിൽ പോയി അരണ്ട വെളിച്ചത്തിന് കുടിക്കുന്ന ഒക്കെ മദ്യപാനി. അവനെയൊക്കെ നമ്മൾ സഭയുടെ നേതാക്കന്മാരാക്കും, മറ്റൊരു ആക്കത്തില്ലെന്നേ ഉള്ളൂ. ഏത് നേതാവാണെങ്കിലും അവൻ കുടിയനാണെങ്കിൽ അവരുടെ വീട് നരകമാണ്. അതുകൊണ്ട് അമ്മച്ചി അങ്ങനെ പ്രാർത്ഥിക്കും, നരകത്തിൽ നിന്ന് കരകയറ്റണം. എത്ര കുടുംബങ്ങളാണ് തകർന്ന് അടിയുന്നത് ഈ മദ്യപാനം കാരണം. ഈ വർഷം ഒത്തിരി കൂടുതലാണ് അല്ലേ? ഒത്തിരി കൂടെ ഈ ക്രിസ്മസിന് കഴിഞ്ഞ വർഷത്തെ കോടികൾ കൊടിയാണ്ടി കൊല്ലം ജില്ലക്കാർ കൊണ്ടുപോയി. ഫസ്റ്റ് മോശമായി ഇപ്പോൾ എറണാകുളംകാരൊക്കെ തോറ്റ് തുന്നമ്പാടി. കൊല്ലം ജില്ലക്കാർക്കാണ്. സാധാരണ എറണാകുളം അല്ലേ കോട്ടയം, ക്രിസ്ത്യാനികളെ കിട്ടിക്കൊണ്ടിരുന്ന 1ാം സമ്മാനം പോയി. കുടിച്ച് കൂത്താണ്ട് കാണും. എത്ര കുടുംബങ്ങളാണ് നശിക്കുന്നത്. എൻ്റെ അപ്പച്ചനും എൻ്റെ പിതാവും ആഗ്രഹിച്ചൊരു മോചനം. ഈ മദ്യപത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ട്? എല്ലാവർക്കും രക്ഷപ്പെട്ടാൽ കൊള്ളാവുന്നുണ്ട്. എല്ലാവരും ജനുവരി 1 നിർത്തിയതല്ലേ? ജനുവരി 1 പാറയക്കരേശം പടിഞ്ഞാറോട്ട് തിരിഞ്ഞപ്പം ഇന്ന് തൊട്ടേ എത്ര പേര് കൂടി നിർത്തി ഭാര്യയുടെ തലേ കൈവെക്കുന്നു, പിള്ളേരുടെ തലേ കൈവെക്കുന്നു. ഇനി തൊട്ടേ പക്ഷേ 22 ആയപ്പോഴത്തേക്ക് പിന്നെയും തുടങ്ങി, പിന്നെ ശങ്കരൻ കോക്കനട്രി. ഇനി അടുത്ത ജനുവരിയിൽ മാനസാന്തരം. അങ്ങനെ ഒരു ഗുണമാണ്. എൻ്റെ പിതാവ് 14 വർഷം ശബരിമലയിൽ പോയി നട ചവിട്ടി. 14 വർഷം വ്രതം നോറ്റ്
പാപഹരേ പാപഹര. ചെരുപ്പിടാവ് അയ്യപ്പനെ തൊഴുതാൽ പാപഹരിക്കപ്പെട്ടവനായി മടങ്ങി വരാം. കഠിനമായ നോയമ്പ് നോറ്റ് 14 വർഷം. 12 വർഷം കഴിഞ്ഞാൽ പിന്നെ പെരിയസ്വാമിയാണ്, അതായത് ഈ ആളുകളെ കൊണ്ടുപോവാം. ആ ഗ്രേഡിലെത്തിയ ആളാണ്. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നീതിമാന്മാരെ രക്ഷിക്കാൻ യുഗങ്ങൾ തോറും അവതരിക്കാൻ ദൈവങ്ങളുടെ മുൻപാകെ. എൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ് അപ്പൂപ്പനും അമ്മൂമ്മ ഇട്ടതെങ്കിലും എൻ്റെ പിതാവ് പിറവങ്കാരനാണ് കേട്ടോ. ഒറിജിനലി പിറവങ്കാരനാണ്, മുളക്കുളം ഗ്രാമംകാരനാണ്. വണ്ടാണത്തെന്നാണ് അവിടുത്തെ വീട്ടുപേര്. എൻ്റെ പിതാവിൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മ ഇട്ട പേര് കൃഷ്ണപിള്ള എന്നാണെങ്കിലും നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ പേര് പരിശോധിച്ച് കേടി കൃഷ്ണപിള്ള എന്നായിരുന്നു വിളിക്കുന്നത്. അത് സ്വഭാവം കൊണ്ടാണ്, ഇനിഷ്യലല്ല, അങ്ങനെ സ്വഭാവം കൊണ്ട് വിളിച്ചതാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് എന്താണ് നീതിമാന്മാരെ തേടിയ ദൈവങ്ങളുടെ അടുത്ത് രക്ഷ. അദ്ദേഹം തിരിച്ചു വന്ന് നോമ്പ് നോറ്റതിൻ്റെ കേട് തീർത്ത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ നാശത്തിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏറ്റവും സങ്കടം, അദ്ദേഹത്തിന് ഇടത്തും വലത്ത് നടന്ന് മദ്യപിക്കുന്ന 2 ക്രിസ്ത്യാനികളായിരുന്നു. അങ്ങനെ ഒരു ഗുണമുണ്ട് അല്ലേ, വാങ്ങിച്ചു കൊടുത്താൽ വേണ്ടാന്ന് പറയത്തില്ല, കുടിച്ച് സഹായിക്കും. ഒന്നൊരു മർത്തോമാക്കാരൻ, ഒന്ന് വേറൊരു സഭക്കാരൻ. ഒരു ദിവസം കുടിച്ച് വയറ് നിറഞ്ഞപ്പോൾ മർത്തോമാക്കാരൻ അച്ചായം പറഞ്ഞു, പിള്ളേച്ച നമുക്കിനി ഒരു യോഗത്തിന് പോകണം. ചിലക്ക് ഇങ്ങനെ അകത്തി എന്നാണ് യോഗത്തിന് പോകണം. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ് ഉദിമൂട് ഒലുമല കൺവെൻഷൻ. പന്തലിൽ കയറാ തെങ്ങേച്ചാരും തലയെക്കെട്ടും കെട്ടി എളിയിൽ 2 കടാരിയും തിരികെ കേടി കൃഷ്ണപിള്ള. ഇടത്ത് വെളുത്ത 2 ക്രിസ്ത്യാനി കൂട്ടുകാർ തുരുമ്പ് വെളിവില്ലാതെ പന്തലിൽ കയറാ തെങ്ങേച്ചാരി നിന്നു. ഇന്ന് പ്രസംഗിച്ചത് ആരാണെന്നൊന്നും ഓർമ്മയില്ല, വാക്യം ഓർമ്മയുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ല മനുഷ്യപുത്രൻ വന്നത്. ആ വാക്യം ആസ്പദമാക്കി പ്രസംഗിച്ച ദൈവദാസൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ. പരിശുദ്ധാത്മാവ് ശക്തിയുടെയും ധൈര്യത്തിന്റെയും ആത്മാവാണ്. പിന്നെ ആരെ പേടിക്കാനാണ്? ദൈവാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കാൽവരിയിൽ വെളിപ്പെട്ട മഹാസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച ദൈവദാസൻ തലയെക്കെട്ടും കെട്ടി വെളിയിൽ നിൽക്കുന്ന കേടിക്കൃഷ്ണയുടെ നെഞ്ചിനേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദര, യേശു നിന്നെയും സ്നേഹിക്കുന്നു. നിന്റെ തകർന്ന ജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ചാൽ നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശു നിന്നെ സ്നേഹിക്കുന്നു. സന്ധിമജകളെ തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനം, ഇരുവായ്ത്തലയുള്ള വാളാൻ ദൈവത്തിന്റെ വചനം, കരിമ്പാറ തകർക്കുവാൻ കേൾപ്പുള്ള ചുറ്റിയായ ദൈവത്തിന്റെ വചനം എൻ്റെ പിതാവിനെ കീഴ്പ്പെടുത്തി നിറച്ച് മദ്യപിച്ചിട്ട് നിൽക്കുകയായിട്ടും എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ, മദ്യപാനെ എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ, എൻ്റെ ശിഷ്ടായുസ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് എടുത്തുചാട്ടം വെച്ചു കൊടുത്ത ആളാണ് എൻ്റെ പിതാവ്. അന്നെല്ലാവരും പറഞ്ഞു, കേടിക്കൃഷ്ണയുടെ മാനസാന്തരം മുറ്റിയാൽ 3 മാസം. അന്ന് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെയാണ് നാട്ടിലുണ്ടായെന്ന് പറഞ്ഞു. എല്ലാവർക്കും അപഹാസ്യം, പരിഹാസം നടക്കാൻ പോകുന്ന കാര്യമല്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവിൻ്റെ മാനസാന്തരമാണ് എൻ്റെ പ്രായം. ഞാനൊരു പ്രത്യേക ജീവിയാണ്. ഞാൻ ഉരുവായപ്പോൾ എൻ്റെ മാതാപിതാക്കൾ നായന്മാരായിരുന്നു. ഞാൻ ജനിച്ചപ്പോഴവർ ക്രിസ്ത്യാനിയായി. അപ്പോൾ നായരായ ഉരുവാകുകയും ക്രിസ്ത്യാനിയായി ജനിക്കുകയും ചെയ്ത ലോകത്തിലെ ഏക വൈദികനാണ് ഞാൻ. അതുകൊണ്ട് ജനിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരുപാട് പ്രാർത്ഥന ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കിട്ടിയതാണ്. ജനിക്കുന്നതിന് മുൻപേ എന്നെ സമർപ്പിച്ചതാണ് സുവിശേഷ വേലയ്ക്ക്. നരകതുല്യമാറി ഞങ്ങളുടെ ജീവിതം അന്ന് തൊട്ട് സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ഭവനമായി മാറി. ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് എൻ്റെ തലമുറയിൽ 5 പേരുണ്ട് മാർത്തോമായിലെ സഭയിലെ സുവിശേഷ പ്രവർത്തകർ. നെക്സ്റ്റ് ജനറേഷൻ എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ നമ്മുടെ മാർത്തോമാ സഭയിലെ അച്ഛനാണ്. ഞങ്ങളുടെ മൂത്ത മകൻ മാർത്തോമാ സഭയിലെ അച്ഛനാണ്. പിന്നെയും കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം വിളിച്ചു. അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വിളിച്ചപ്പോൾ അങ്ങ് ഇറങ്ങി. പോയത് എത്രയാണെന്നറിയാമോ? ഏക്കർ കണക്കുന്ന വസ്തു. 16 ഏക്കർ എന്ന് അപ്പച്ചൻ പറഞ്ഞത്. പൈതൃകമായി ലഭിക്കേണ്ട ഏക്കർ കണക്കിന് വസ്തുവാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അതാ ഞാൻ പറഞ്ഞത് ദൈവവിളി നല്ലത്. നിങ്ങൾ ഈ സ്വോത്രാഴ്ച എഴുതി 1-10 രൂപയുടെ കാര്യം പറഞ്ഞ ലാഭമാണെന്നുള്ള കാര്യം നടക്കുമോ? ഏക്കർ കണക്കിന് വസ്തുവാണ്. ദൈവം വിളിച്ചു വന്നതുകൊണ്ട് ഏക്കർ കണക്കിന് വസ്തുവാണ് നഷ്ടപ്പെട്ടത്. കർത്താവിൻ്റെ വിളി കേട്ട് സുഭിക്ഷതയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങിയ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. അതുകൊണ്ട് ദൈവവിളി വേദനാജനകമാണ്. ദൈവവിളി നഷ്ടമാണ്. മാനസാന്തരപ്പെടുമ്പോൾ വേദന എടുക്കുമോ? മാനസാന്തരപ്പെട്ടവരോട് ചോദിക്കണം അല്ലേ? മാനസാന്തരപ്പെടുമ്പോൾ വേദന എടുക്കുമെന്ന് എന്നെ പഠിപ്പിച്ച ഒരു വൈദ്യനാണ്. ഞാൻ കോട്ടയം മാർത്തോമാ സെമിനാരിൽ പഠിത്തം കഴിഞ്ഞ് ഇതിൽ PG ചെയ്യാനായിട്ട് ഞാൻ പോയത് അവിടെ സൗത്ത് കൊറിയയിൽ പോയി പഠിച്ചയാളാണ്, ക്രിസ്ത്യൻ മിനിസ്ട്രി. അവിടെ അങ്ങ് പഠിപ്പിക്കാത്തൊരു തിയോളജി എന്നെ ഒരു വൈദ്യൻ പഠിപ്പിച്ചു. കറുകച്ചാൽ സ്വദേശിയായ ഒരു ഹിന്ദു വൈദ്യൻ. ഞാൻ ഒരിക്കൽ കൂത്രപ്പള്ളി എറിശിലേം മാർത്തോമാ പള്ളി പ്രസംഗിക്കാൻ പോവാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. സ്കൂട്ടറിൽ ചേതക്കെ പോവാണ്. സന്ധ്യയായി. ആ തോട്ടയ്ക്കാട്ട് അങ്ങോട്ട് കിടന്ന് റോഡിൽ കൂടെ വണ്ടി കയറ്റി വിട്ടു. കല്ലേ കയറി മറിഞ്ഞു, കൈകുത്തി വീണു. നല്ലതായിട്ട് വേദനയെടുത്തു. ഇങ്ങനെ ഞാൻ പോയി പ്രസംഗിച്ചു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ എൻ്റെ ഈ തള്ളവരൽ നീര് വെച്ചിരിക്കുന്നു. നല്ല വേദന എടുക്കും. എനിക്ക് മനസ്സിലായി സംഗതി കുഴപ്പമാണ്. ഞാൻ ഇവിടുന്ന് കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് വണ്ടി ഓടിച്ച് കറുകച്ചാലി വൈദ്യശാലയിൽ പോയി. വലിയ പ്രശ്നത്തിനൊന്നാ മിടുക്കനാന്ന് കേട്ടിട്ടുണ്ട്. ചെറുപ്പക്കാരനാണ്, ഹിന്ദുവാണ്. ഞാൻ ചെന്ന് പറയും, വൈദ്യരെ ഞാൻ ഇന്നലെ ഒന്ന് വീണു, എനിക്ക് നല്ല വേദനയുണ്ട്. അയാൾ പറഞ്ഞു, അച്ഛൻ കൈ ഇങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു.
എൻ്റെ കയ്യെ കയറിയാൽ പിടുത്തം തുടങ്ങി, ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ചോദിച്ചു, അച്ഛൻ ഏത് സഭയിലെ അച്ഛൻ, അച്ഛൻ എത്ര വയസ്സുണ്ട്, അച്ഛന് ഭാര്യയുണ്ടോ, അച്ഛന് പിള്ളേരുണ്ടോ, ഭാര്യയ്ക്ക് ജോലിയുണ്ടോ, അച്ഛൻ്റെ അപ്പൻ്റെ പേരാണ്, അമ്മയുടെ പേരെന്നാണ്, ഇങ്ങനെ LIC ഏജന്റുമാർ ചോദിക്കുന്ന പോലെ ചോദിച്ച് എണ്ണ കൂട്ടി ഒറ്റപ്പെടുത്തം കിടോന്ന് കേട്ടു. ആ ചോദ്യം എന്താണെന്ന് പറയാൻ എൻ്റെ ശ്രദ്ധ തിരിക്കാനുള്ള അദ്ദേഹത്തിന് അനസ്തേഷ്യയാണ്, വേറെ അനസ്തേഷ്യയ്ക്ക് മാർഗ്ഗമൊന്നുമില്ല. എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചിട്ട് കുഴ തെറ്റിയത് പിടിച്ച് പച്ചക്കിടോന്ന് പിടിച്ചിട്ട് ഞാൻ അയ്യോ എന്ന് കിടന്ന് കരഞ്ഞു വൈദ്യശാലയിൽ. അന്നേരം അദ്ദേഹം എന്നെ പഠിപ്പിച്ച തിയോളജിയാണ് ചൈനയിൽ ഓർത്തോണം. തെറ്റിപ്പോയതൊക്കെ ശരിപ്പെട്ട് വരുമ്പോൾ സ്വല്പം നോവും. എന്നെ അദ്ദേഹം പഠിപ്പിച്ച തിയോളജിയാണ്. തെറ്റിപ്പോയതൊക്കെ ശരിപ്പെട്ട് വരുമ്പോൾ സ്വല്പം നോവും. ഞാൻ വേദപുസ്തകത്തിൽ കുറിച്ചിട്ടതാണ്. അതിന് വേദന എടുക്കാത്ത മാനസാന്തരം അല്ല. നേരത്തെ ഒത്തിരി കുടിക്കുവാൻ ഇപ്പോൾ കോട്ട മാത്രമേ കുടിക്കുകയുള്ളൂ. എന്തൊരു മാനസാന്തരമാണ്. നേരത്തെ പോയി വാങ്ങിക്കായിരുന്നു ബെവറേജ്, ഇപ്പോൾ ഓട്ടോക്കാരനെ വിട്ട് വാങ്ങിച്ച് വീട്ടിൽ വെച്ചു. ഇതൊരു മാനസാന്തരമാണ്. ചില ക്രമീകരണങ്ങൾ വരുത്തുന്ന നല്ല മാനസാന്തരം. ദൈവം എന്നെ വിളിക്കുമ്പോൾ അബ്രാഹാമിനോട് പറയുകയാണ്, അബ്രാഹാമേ ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് പോകാം. കൊള്ളാം, നല്ല കാര്യം. രണ്ടാമത്തെ ഭാഗം എന്തുവാ? നീ നിനക്കുള്ളതൊക്കെ ഉപേക്ഷിക്കുക. ഉപേക്ഷണമാണ് സ്വീകരണത്തിൻ്റെ ആദ്യത്തെ പടി. നമ്മൾ പിന്നെയും പ്രാപിക്കാൻ വന്നേക്കണം. പ്രാപിക്കുക അല്ല, അതിന് മുമ്പ് ഉപേക്ഷിക്കണം. ഉപേക്ഷണമാണ് സ്വീകരണത്തിൻ്റെ ആദ്യത്തെ പടി. ഡിലേഡ് ഒബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ്. എപ്പോഴേലും മാനസാന്തരപ്പെട്ട പോലെ ചില റിട്ടയർ ചെയ്ത് കഴിഞ്ഞേ മാനസാന്തരപ്പെടത്തുള്ളൂ. റിട്ടയർ ചെയ്യുന്നവരെ മേശയുടെ അടിയിലാണ് കയ്യെ. റിട്ടയർ കഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ്, പിന്നെ സുവിശേഷവേലയാണ്. അങ്ങനെ നമുക്ക് തോന്നുമ്പോഴല്ല മാനസാന്തരപ്പെടേണ്ടത്. ദൈവം വിളിക്കുമ്പോൾ അനുസരിക്കണം. എല്ലാം വലിച്ചെറിയണം, മുറിച്ചെറിയണം. ദൈവത്തോടുകൂടെ യാത്ര ചെയ്യാൻ തടസ്സമായി നിൽക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് തോന്നിക്കുന്ന എല്ലാം മുറിച്ചെറിയണം. വേദനാജൻ ചോര പൊടിക്കും. മാനസാന്തരപ്പെടുമ്പോൾ ചോര പൊടിക്കും. ഓരോ പ്രസംഗവും നിങ്ങളുടെ അവസാനത്തെ പ്രസംഗ കേൾവിയാണെന്ന് ഓർക്കണം. ഇനിയും ദൈവം നിങ്ങളെ വിളിക്കുമെന്ന് അവസരം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഇന്ന് കേൾക്കുന്ന പ്രസംഗം നിങ്ങളുടെ അവസാനത്തെ പ്രസംഗ കേൾവിയാണ് നിങ്ങളും വിചാരിക്കണം, പ്രസംഗിക്കുന്ന ഞാനും ഇതെൻ്റെ അവസാനത്തെ പ്രസംഗമാണ്. അറിയാൻ ഒക്കുമോ? ഇതെന്നെ പഠിപ്പിച്ചത് ഞാൻ വിദേശത്തുള്ളടത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോഴാണ്. വിദേശത്തെ ഒരു പള്ളിയിൽ അത് ജൂബിലിക്ക് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ പോയി. ഒരാഴ്ചത്തെ കൺവെൻഷനാണ്. ആദ്യത്തെ ദിവസം വികാരിച്ചൻ എന്നെ സ്വാഗതം ചെയ്ത് അങ്ങ് പൊക്കി. മാർത്തോമാസയുടെ അഭിമാനമാണ്, ആനയാണ്, കൂനയാണ്, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് പൊക്കി. ഞാൻ പൊങ്ങാതിരിക്കും, മനുഷ്യനല്ലേ പൊങ്ങാതിരിക്കുമോ? ഞാനങ്ങ് പൊങ്ങി അങ്ങോട്ട് പ്രസംഗപീഠത്തിൻ്റെ ഇവിടിട്ട് വന്നത്. എന്നിട്ട് വന്നത് കണ്ണടച്ചിങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ എഴുതി വെച്ച് ഇത് നിൻ്റെ അവസാനത്തെ പ്രസംഗമായിരിക്കും. അതിലെഴുതി വെച്ച് ഗോൾഡൻ ലെറ്റർ എഴുതി, ദിസ് മേ ബി യുവർ ലാസ്റ്റ് സെർമൺ. അറിയാമോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഓരോ പ്രസംഗവും ദൈവവിളിയായിട്ട് അംഗീകരിക്കണം, അന്നേരം അനുസരിക്കണം. ഡിലേഡ് ഒബീഡിയൻസ് ഇസ് ഡിസൊബീഡിയൻസ്. നമുക്ക് തോന്നുമ്പോൾ മാനസാന്തരപ്പെട്ടാൽ പോരാ, വേദനയോടെയാണെങ്കിലും മാനസാന്തരപ്പെടണം. ദൈവത്തെ അതാ ഇവിടെ പറഞ്ഞു, അബ്രാഹാമേ ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹാം ഇറങ്ങി തിരിച്ചു. അബ്രഹാമിൻ്റെ പുറകെ ഒരാൾ ഇറങ്ങി തിരിച്ചു. അതാരാണ്? ലോത്തിനെ ദൈവം വിളിച്ചതാണോ? അല്ല. ദൈവവിളി കേട്ടവനും കേൾക്കാത്തവനും കൂടെ ഒരുമിച്ച് യാത്ര സാധ്യമല്ല. ഇപ്പോഴാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഈ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ നഷ്ടപ്പെടാൻ ദൈവത്തിനാണ്. നമ്മളല്ലേ പലരും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നത്. ഞാൻ ഇവിടെ കായംകുളത്ത് കത്തോലിക്ക പള്ളി പ്രസംഗിച്ചപ്പോൾ, കത്തോലിക്ക മൈതാനത്ത് ഒത്തിരി ആളുകളുടെ എക്യുമെനിക്കൽ കൺവെൻഷനാണ്. ഞാനായിരുന്നു മാർത്തോമാസ പ്രദേശിച്ച് ഞാനാണ് പോയത്. അന്ന് അധ്യക്ഷത വഹിച്ചത് ഇപ്പോഴത്തെ ക്ലീമീസ് ബാവ തിരുമേനിയാണ്. അന്ന് ബാവയല്ല. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പന്തലിൻ്റെ മധ്യഭാഗത്തുനിന്ന് ഒരു ചെറുപ്പക്കാരനെ സൂട്ട് കേസും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. എനിക്ക് ദേഷ്യം വന്നു. പക്ഷേ കത്തോലിക്ക ദേഷ്യം മീൻസ് എനിക്കൊരു ഇറിറ്റേഷൻ തോന്നി. ഞാനൊന്നും പറഞ്ഞില്ല. കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരുമേനോട് സംസാരിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നിട്ട് സൂട്ട് കേസ് അവിടെ വെച്ചു എൻ്റെ കാൽക്കലോട്ട് അങ്ങ് വീണു കരഞ്ഞുകൊണ്ട്. ഞാൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി കാണിക്കുന്നേ? ഇത് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ പ്രസംഗിച്ചുകൊണ്ട് ഞാനാണ് ഇറങ്ങിപ്പോയത്. ഞാൻ കണ്ണൂരുകാരനാണ്, കത്തോലിക്ക സഭാംഗമാണ്, ബാങ്കിലെ ഓഫീസറാണ്. ഈ ബാങ്കിലെ ഞങ്ങളുടെ ഇവിടുത്തെ ബ്രാഞ്ചിലെ ഒരു കാര്യത്തിന് 1 മാസത്തേക്ക് വന്നതാണ്. ബാങ്കിൽ നിന്നും ഹോട്ടലിലോട്ട് പോകുമ്പോഴാണ് പ്രസംഗം നടക്കുന്നത് കേട്ടോ. എന്നാൽ കേട്ടേക്കാവുന്നതുകൊണ്ട് കയറിയത് അബദ്ധമായി. അദ്ദേഹം പറയുകയാണ്, കയറിയത് അബദ്ധമായി. ഞാൻ വന്നിരുന്നപ്പോൾ തൊട്ട് അച്ഛൻ പറയുന്ന ഓരോ വാക്കും എൻ്റെ നെഞ്ചിന് കൊണ്ടു. എനിക്ക് നന്നായിട്ട് നൊന്തു. അടുത്ത വാചകം വളരെ ശ്രദ്ധ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നന്നായി പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ നന്നായി പോയാൽ എനിക്ക് പല കാര്യങ്ങൾ നഷ്ടപ്പെടും. എന്നെ രസിപ്പിക്കുന്ന, എന്നെ സുഖിപ്പിക്കുന്ന, എനിക്ക് ലാഭമുണ്ടാക്കുന്ന പല കാര്യങ്ങൾ നഷ്ടപ്പെടും. പലതിനോടും നോ പറയേണ്ടതായിട്ട് വരും. അതെനിക്ക് വലിയ നഷ്ടമുണ്ടാക്കും. ആ നഷ്ടബോധം എന്നെ വിമ്മിഷ്ടപ്പെടുത്തി. ആ വിമ്മിഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇറങ്ങിപ്പോയത്. അച്ഛാ ഇറങ്ങിപ്പോകുമ്പോൾ എന്നാൽ ആരോ എന്നോട് പറയുന്ന പോലെ, അരുത് പോകരുത്,
എന്നോട് പറയുന്ന പോലെ എന്നാൽ വീണ്ടും വരുന്നത് ശരിയല്ലോ എന്ന് കരുതി ഞാൻ വെളിയിരുന്ന് പ്രസംഗമൊക്കെ കേൾക്കുക, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് വിലപിച്ച ഒരു വിങ്ങിപ്പൊട്ടിയ ഒരു ബാങ്ക് ഓഫീസറെ ഞാൻ ഓർക്കുന്നു. ദൈവം നിന്നെ പ്രവർത്തിക്കുമ്പോൾ വേദനയെടുക്കും, വിമ്മിഷ്ടപ്പെടും, നഷ്ടബോധമുണ്ടാകും, നഷ്ടം സഹിക്കാൻ തയ്യാറാകണം, നോ പറയാനുള്ള ധൈര്യം കാണിക്കണം. അബ്രഹാം അങ്ങനെ ഇറങ്ങിത്തിരിച്ചു, ലോത്തും കൂടെ ഇറങ്ങിത്തിരിച്ചു. ലോത്തിനെ ദൈവം വിളിച്ചതല്ല. രണ്ടുപേരും കൂടെ യാത്ര തുടർന്ന് 13-ാം അധ്യായമായപ്പോൾ രണ്ടുപേരും കൂടെ അടി അല്ലേ? ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും കൂടെ അടി. എന്തോത്തിന് അടി ഉണ്ടാക്കുന്നേ? ഈ കോതമംഗല തത്വത്തിനാ സഹോദരങ്ങൾ അടി ഉണ്ടാക്കുന്നത്. അടി ഉണ്ടാക്കുമോ? ആനയ്ക്ക് വേണ്ടിയാണോ? അല്ല. ടിപ്പർ ലോറിക്ക് വേണ്ടിയാണോ? അല്ല. കപ്പലിന് വേണ്ടിയാണോ? അല്ല. പിന്നെ എന്തിനാണ്? വട്ടയുടെ വേര്, റബ്ബറിൻ്റെ കമ്പ്, ആഞ്ഞിലി എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അത് ക്രിസ്ത്യാനികളെ തമ്മിൽ അടുപ്പിക്കാൻ തന്നെ നിൽക്കുകയാണ് ചേട്ടനെ അനിയനെ. അത് അതിലേ വളരത്തുള്ളൂ. അതിൻ്റെ വേര് അങ്ങോട്ടാണെന്ന് ചേട്ടൻ, ഇങ്ങോട്ടാണെന്ന് പോരായോ അല്ലേ? കോടതി കയറുകയാണ്. ഞാനൊരു പള്ളിയിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസം എന്നെ കാണാൻ ഒരാൾ വന്നു. ഇങ്ങനെ തോളയിലൊരു പുസ്തകമൊക്കെ വെച്ചോണ്ടാണ് വന്നേ. കാരണം കുടുംബചരിത്രമാണ്, വലിയ കുടുംബചരിത്രമാണ്. തോളയിൽ വെച്ച് കയ്യിൽ ഒതുങ്ങത്തില്ല, വലിയ കുടുംബമാണ്. അവൻ കോളിംഗ് ബെൽ കറന്നങ്ങ് അടിച്ച് കോളിംഗ് ബെൽ വെളുപ്പ് ചെന്നതിൻ്റെ പിറ്റേ ദിവസമാണ്, വെളുപ്പിനെ വന്നേക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ, ഞാൻ കൊച്ചച്ഛനായിരിക്കുമ്പോഴാണ് കഥവ് തുറക്കുക, ഈ പുസ്തകം ഇങ്ങോട്ട് തന്നു. ഞാൻ ചാടി പിടിച്ച് താഴെങ്ങാനും പിന്നെ അവിടെ ഇരിക്കുക. പിന്നെ പ്രായം ഞാൻ പിന്നെ എടുക്കത്തൊന്നുമില്ല. ഞാൻ അന്ന് ഇങ്ങനെ ചാടി അങ്ങ് പിടിച്ചൊന്ന് തുറങ്ങി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ആദ്യം തോമസ് ലീഹ ഇങ്ങനെ വടിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. കുറവെല്ലാം കാട്ടൊന്ന് വന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ തോമാശയുടെ ഒരു അനുദിനനായിട്ട് വരും ഇദ്ദേഹം. അതുപോലെ ബന്ധം പറഞ്ഞു വെച്ചേക്കുന്നത്. ഒത്തിരി സഭയിൽ തിരുമേനിയുടെ പടമൊക്കെ എൻ്റെ തൊണ്ട്. എല്ലാം കുടുംബക്കാരായിരിക്കും. പിന്നെ തിരുമേനിമാരായ പിന്നെ എല്ലാവരുടെയും സ്വന്തമാണല്ലോ. ഭയങ്കര കുടുംബക്കാരൻ. അവിടെ പറഞ്ഞിട്ട് പോകുന്നില്ല. ഞാനൊരു രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇനി നാളെ നമുക്ക് പള്ളിയിൽ വെച്ച് കാണാം. നാളെ പള്ളിയിൽ വെച്ച് കാണുന്ന അബദ്ധത്തിലെന്ന് പറഞ്ഞു. ഞാൻ ഈ പള്ളി കേട്ട് 13 കൊല്ലമായി. എന്നോട് പറയാണ്, അതെന്താ തോമാശയുടെ അനുദിനം പള്ളി കയറാത്ത? എൻ്റെ ചേട്ടൻ്റെ കളിയാണ് ഇവിടെ നടക്കുന്നത്. ഒന്നീ സെക്രട്ടറി, അല്ലേ ട്രസ്റ്റി, അല്ലേ മണ്ഡലം, അല്ലേ അമ്മായൻ. അവൻ എന്ന് ചാകുന്ന അന്ന് ഞാൻ വരും. എന്നോട് പറയാണ്, എന്താ കാര്യം എന്നറിയാവോ? ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വസ്തുവിന് നടുക്കൊരു കയ്യാലയുണ്ട്. കയ്യാല അറിയാവോ? മറക്കരുത്. മതിലൊക്കെ കിട്ടിയാലും കയ്യാല നമ്മുടെ പൈതൃകമാണ് ക്രിസ്ത്യാനികളുടെ. കയ്യാല. അതിൻ്റെ പുറത്തൊരു പൂവരിശെന്നും പറഞ്ഞൊരു മരം. അതിൻ്റെ വേര് അങ്ങോട്ടാണെന്ന് ചേട്ടൻ, ഇങ്ങോട്ടാണെന്ന് അനിയൻ. ഹോ, എന്തൊരു വാദപ്രതിവാദം. 8-5 വർഷമായിട്ട് കോടതി വെച്ചാൽ വല്ലവരും തമ്മി കാണുന്നത്, പോലീസ് സ്റ്റേഷനിൽ വെച്ച്. അവിടെ ഞാൻ ചെന്നു, ഒരു സന്ദർശനത്തിന് ഞാൻ ചെന്നപ്പോൾ ഇയാൾ വീട്ടിലില്ല. സന്തോഷം. ഞാൻ ഈ മോനോട് ചോദിച്ചു, എടാ മോൻ എന്ത് ചെയ്യടാ ചരിത്രപ്രസിദ്ധമായ പൂവരിശ് ഏതാച്ചാ? അവിടെ നിങ്ങളുടെ അപ്പന്മാർ വഴക്കുണ്ടാക്കുന്ന പൂവരിശ്. എന്നു വെച്ചാൽ അതൊക്കെ എന്നേ ഉണങ്ങിപ്പോയച്ചാ. ഇല്ലാത്ത പൂവരിശിൻ്റെ, ഉണങ്ങിപ്പോയ പൂവരിശിൻ്റെ വേരിന് വേണ്ടി കേസ് നടത്തുകയാണ്. കർത്താവ് എന്താ വരാത്ത? കാലമായില്ലയോ പ്രിയൻ? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം, തീ കത്തിക്കോ. എവിടെ തീ കത്താൻ? നനഞ്ഞു കിടക്കുന്ന, കുഴഞ്ഞു കിടക്കുന്ന കൂട്ടം. സാക്ഷ്യം നഷ്ടപ്പെട്ടവർ. ഈ ക്രൈസ്തവ സഭയുടെ സാക്ഷ്യം ആരാണ് നഷ്ടപ്പെടുന്നത്? സഭയ്ക്ക് വെളിയിലാണോ സഭയുടെ ശത്രു? ക്രൈസ്തവ സഭയുടെ ശത്രു സഭയ്ക്ക് വെളിയിലാണോ? സാക്ഷ്യമില്ലാതെ ജീവിക്കുന്ന സഭാംഗങ്ങളല്ലേ? അതുകൊണ്ട് ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടായി, പുല്ലിന് വേണ്ടി വഴക്കുണ്ടാക്കിയപ്പോൾ അബ്രഹാം പറയാൻ, ലോത്തെ ഈ പരിപാടി നടക്കത്തില്ല. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ ഇടയന്മാർ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കി ദൈവത്തിന് നാണം കേടാണ്. ദൈവനാമത്തിന് അപമാനകര ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ കിഴക്കോട്ടാണെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പൊക്കോളാം, നീ തെക്കോട്ടാണെങ്കിൽ ഞാൻ വടക്കോട്ട് പൊക്കോളാം. അബ്രഹാം വിശ്വാസിയുടെ പിതാവാകുന്നതിന് ഈ തീരുമാനം അദ്ദേഹത്തെ വളരെ സഹായിച്ചു. നോ പറയേണ്ടടുത്ത് നോ പറയണം. നഷ്ടമായിക്കോട്ടെ. ഈ ലാഭവും ദൈവസ്നേഹം കൂടെ ഒരുമിച്ച് നടക്കത്തില്ല. ലാഭവും ദൈവസ്നേഹം തമ്മിൽ ഒരു ബന്ധമില്ല. അല്ലെങ്കിൽ 99 ആടിനെ വിട്ടു ഒന്നിൻ്റെ പറയും വല്ല പൊട്ടന്മാരും പോകും. 99 ആടിനെ വിട്ട് ഒന്നിനെ മതിയെന്ന് പറഞ്ഞു പോകും. അതായത് ലാഭവും ദൈവസ്നേഹവും കൂടെ ഒരുമിച്ച് നടക്കത്തില്ല. നഷ്ടം വരും. ആ നഷ്ടം സഹിക്കാൻ തയ്യാറാകണം. അപ്പം ലോത്തിനോട് നീ എടുത്തോളാൻ പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു. ലോകത്തിന് എടുത്ത് നിങ്ങൾ വീട്ടിൽ പോയി ഇത് 13-ാം അധ്യായമൊക്കെ ഒന്ന് വായിക്കണം. വായന കുറവായിരിക്കും, എന്നാലും ഒന്ന് വായിക്കണം. ലോത്ത് എങ്ങനെ? ലോത്ത് ചുറ്റുപാട് നോക്കി ജോർദാൻ അരികെയുള്ള പ്രദേശങ്ങളൊക്കെ അങ്ങ് എടുത്തു. ഈ എടുക്കുന്ന സ്വത്തും ലഭിക്കുന്ന സ്വത്തും, എടുക്കുന്ന ഒന്നും നിലനിൽക്കത്തില്ല. നിങ്ങൾ പേടിക്കണ്ട. എടുക്കുന്നതൊക്കെ പോക്കാണ്. എടുക്കുന്ന സ്വത്തുകൊണ്ട് ലഭിക്കുന്ന സ്വത്ത്, ദൈവം നൽകുന്ന സ്വത്തുകൊണ്ട് കളിപ്പിച്ചെടുക്കുന്ന സ്വത്തുമാണ്. ലോത്ത് അങ്ങ് എടുത്തു, ഒരുപാട് അങ്ങ് വെട്ടിപ്പിടിച്ചു. അല്ല, എൻ്റെ ദൈവം ആരെയാണ് വിളിച്ചത്? സ്വത്താർക്ക് കിട്ടി? ആണ്ടകട്ടെ. ദൈവം വിളി നല്ലതാണോ? ആദ്യം നല്ലതാണെന്ന് പറഞ്ഞാൽ മിണ്ടാതേലിരിക്കണം. ദൈവം അബ്രഹാമിനെയാണ് വിളിച്ചത്. പക്ഷെ സ്വത്ത് ആമ്പിള്ളാർ കൊണ്ടുപോയി.
പക്ഷെ ആ വെട്ടിപ്പിടിച്ച ലോത്തിന്റെ കാര്യം ഇവിടെ വന്നിട്ട് പ്രസംഗിക്കാൻ പറ്റുമോ എനിക്ക്? കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞ് അച്ഛാ നിർത്തച്ചാ, സുവിശേഷ പ്രസംഗം അച്ഛാ നിർത്തച്ചാ, നിങ്ങൾ പറഞ്ഞ് എന്നെ കൊണ്ട് നിർത്തിക്കും ലോകത്തിന്റെ ചരിത്രം പറയാമെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എടുത്ത് വെട്ടിപ്പിടിക്കുന്ന സ്വത്തുക്കൾ നിലനിൽക്കത്തില്ല. ഈ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനോട് നീ തലപൊക്കി നോക്കുക, തലപൊക്കി നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക, ആ ദേശമെല്ലാം നിനക്ക് നിന്റെ സന്തതിക്കൊണ്ട് അവകാശമായിട്ട് തരാൻ പോവാണ്. ലോത്ത് എങ്ങനെ നോക്കിയത്? ലോത്ത് ചുറ്റുപാട് നോക്കി. അബ്രഹാമിനോട് പറഞ്ഞു, നീ അങ്ങനല്ല നോക്കേണ്ടത്. നീ എങ്ങനെ നോക്കേണ്ടത്? നീ തല പൊക്കി നോക്കുക. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരെ അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയി. ഈ ലോകത്ത് ജീവിക്കുക ഒരിക്കലും തല പൊക്കി നോക്കാത്തവരുണ്ട്. തലയ്ക്ക് വല്ലതും വീണാലേ നോക്കത്തുള്ളൂ. ഈ കുനിഞ്ഞ് നടന്നാലും ചില ലാഭങ്ങളുണ്ട് അല്ലേ? അല്ലേ പിന്നെ അങ്ങനെ നടക്കുമോ? ഞാനൊരു മനുഷ്യൻ്റെ ജീവചരിത്രം വായിച്ചു. കഥയാണ്. 75-ാമത്തെ വയസ്സിൽ എഴുതിയതാണ്. 5-ാമത്തെ വയസ്സ് തൊട്ട് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. 5-ാമത്തെ വയസ്സ് സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോവാണ് പപ്പ. ഇവന് സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ല. ഇതുവരെ അമ്മയുടെ മടിയിരിക്കുകയായിരുന്നു കളിപ്പിച്ച്. ഇവിടെ വേണമെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ്. കരഞ്ഞ് കുനിഞ്ഞ് മഴയും പിടിച്ച് കുനിഞ്ഞ് നടന്നു പോവാണ് 5 വയസ്സുകാരൻ. അത് എഴുതിയിരിക്കുകയാണ്, പോകുന്ന വഴിക്ക് എനിക്ക് 10 പൈസ വഴിയിൽ നിന്ന് കിട്ടി. 10 പൈസ കളഞ്ഞു കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി കുനിഞ്ഞ് നടന്നാൽ വല്ലതുമൊക്കെ കിട്ടും. 75 വയസ്സ് വരെ അദ്ദേഹം ലിസ്റ്റ് എടുത്തിട്ടുണ്ട് കിട്ടിയതിൻ്റെ കാര്യങ്ങളൊക്കെ. കൂട്ടിക്കെട്ടിയിട്ട് 50,000 കിലോമീറ്റർ നീളത്തിൽ ചാക്യാർഡ് കിട്ടി. പിന്നെ തുരുമ്പിച്ച ബ്ലേഡ് വിൽക്കിൻസൺ 7 o'clock അങ്ങനെ വിവിധ ഇനം ബ്ലേഡുകൾ 10,000-40,000 എണ്ണം കിട്ടി. മുട്ടുസൂചിയാണ് എണ്ണിക്കൂടാതെ വണ്ണം കിട്ടി. കാലിഞ്ചാണി അരയിഞ്ചാണി ഇങ്ങനെ ആണിയുടെ സെക്ഷൻ വേറെ കിട്ടി. 10-20 രൂപയുടെ ചില്ലറയും കിട്ടി. പക്ഷെ നേടേണ്ടതൊന്നും ഞാൻ നേടി. ഇവിടെ കുനിഞ്ഞ് നടക്കാമെങ്കിൽ കോതമംഗലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, പിന്നെ അങ്ങ് മൂന്നാറ് തോട്ടം, അവിടെ ഒരുപാട് ലിസ്റ്റ് എടുക്കാൻ കാണും. പക്ഷേ നേടേണ്ടിയവനെ നേടിയില്ല എന്ന് വരാതിരിക്കാൻ നോക്കേണ്ടവനെ നോക്കണം. എന്നും ഇങ്ങനെ കുനിഞ്ഞ് നടന്നാൽ പോരാ, തല ഉയർത്തി നോക്കണം. അബ്രഹാമേ, നീ തല ഉയർത്തി നോക്ക്, ഞാനാണ് നിന്നെ വിളിച്ചത്, വിളിച്ചവൻ വിശ്വസ്തൻ, നീ തലപൊക്കി നോക്ക്. വിശ്വാസിയുടെ നോട്ടത്തിന് പ്രത്യേകതയുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയതുമില്ല. അബ്രഹാമിന് വലിയ സന്തോഷമായി. കുഴപ്പമില്ല അല്ലേ, ദൈവം വിളിച്ചിട്ട് കുഴപ്പങ്ങളൊക്കെ മാറി വരുന്നു. പിന്നെ അങ്ങോട്ട് നടക്കുമ്പോഴാണ് പിന്നെ ഒരു പ്രശ്നം. ദൈവം എന്തോ പറഞ്ഞത്? നിനക്ക് നിന്റെ സന്തതികൾക്കും കൂടെ ശാശ്വത അവകാശമായിട്ട് തരികയാണ്. അപ്പോൾ എനിക്ക് സന്തതി ഇല്ല എന്ന് മാത്രമല്ല, സന്തതി ഉണ്ടാകേണ്ട കാലവും കഴിഞ്ഞു. പിന്നെ എന്തിനാ ദൈവം എന്നെ അങ്ങനെ പരിഹസിക്കുകയായിരുന്നു? അബ്രഹാമിന് വലിയ മനപ്രയാസം. പിന്നെയും മാത്രമല്ല, ഒരു സന്തതി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കത്തക്ക ചില പ്രശ്നങ്ങളും ഉണ്ടായി. ആ മനപ്രയാസവും ദൈവം കണ്ടു. ഉൽപ്പത്തി 15:5 വായിച്ച്. 15:5. അപ്പോൾ സന്തതി ഇല്ല എന്നുള്ള മനപ്രയാസത്തിലിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ എങ്ങോട്ട് നോക്കണം? തലപൊക്കി നോക്കുക. ആദ്യം തലപൊക്കി നോക്കാനാണ് പറഞ്ഞ വസ്തുവിന് വേണ്ടി. ആ വസ്തുവിന് അവകാശം കിട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് ആരാണ്? വസ്തുവിനൊരു അവകാശിയാണ് വേണ്ടത്. അതിന് അബ്രഹാം ദൈവം പറഞ്ഞു കൊടുക്കുന്ന മരുന്ന് എന്താണ്? നീ തലപൊക്കി നോക്കുക. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നോക്കേണ്ടത്. അബ്രഹാമേ, നീ തലപൊക്കി നോക്കുക. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാമോ? അതുപോലെ ഞാൻ നിനക്ക് സന്തതികളെ തരും. അബ്രഹാമിന് വലിയ സന്തോഷമായിപ്പോയി. സന്തോഷം പങ്കുവെക്കാനുള്ളതല്ലേ. അങ്ങനെ അബ്രഹാം ആദ്യം പോയി പങ്കുവെച്ച ആരോടാണ്? സാറയോടാണ്. അറിഞ്ഞോ, നമുക്ക് മക്കളുണ്ടാകാൻ പോവാണ്. അത് കേട്ടോ സാറായിക്ക് വലിയ സന്തോഷം. അടക്കി വെക്കാൻ പറ്റുമോ സന്തോഷം? സാറ നടന്ന് എല്ലായിടത്തും പറയാൻ തുടങ്ങി. സ്ത്രീയുടെ കയ്യിൽ ഒരു വിഷയം കിട്ടിയാൽ അടക്കി വെക്കാൻ പറ്റുമോ? സാധാരണ ഒരു സ്ത്രീയെ ഞാൻ കേട്ടിട്ടുണ്ട്, സാധാരണ ഒരു സ്ത്രീയെ ഒരു ദിവസം കുറഞ്ഞത് 35,000 വാക്ക് പറയും എന്നാണ് സാധാരണ. അതിൽ കൂടുതൽ പറയുന്നവരാ കൂടുതൽ. കുറഞ്ഞത് 35,000 പറഞ്ഞാലേ ഒരു ഉറക്കം വരത്തുള്ളൂ. അത് വീട്ടിനകത്താണ് പറയുന്നതും കൂടുതൽ. ഇങ്ങനെ പറഞ്ഞു ഒന്നുമില്ല, കോഴി ബാബ എന്നേലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പുരുഷന്മാരാണ് 8,000 വാക്കേ പറയത്തുള്ളൂ ഒരുമാതിരി. അപ്പോൾ സാറായിക്ക് ഇങ്ങനെ വിഷയം കൂടെ കിട്ടിയപ്പോൾ പൊടിപ്പും തൊങ്ങലും വെച്ച് എല്ലായിടത്തും പറയാൻ തുടങ്ങി. അറിഞ്ഞോ എന്തുവാ? ഞങ്ങൾക്ക് സന്തതി ഉണ്ടാകാൻ പോകുന്നു. ഒടുവിൽ ആളുകൾ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, എന്തുവാ വല്ലോ ആയോ? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ എന്നാണ് അത് നടക്കുന്നത്? ഇതാണ് നമ്മുടെ പ്രശ്നം. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനിയുടെ എപ്പിസ്കോപ്പൽ സഭകളിലെ വിശ്വാസിയുടെ പ്രശ്നം ഇതാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ എപ്പോഴാണ് നടത്തുന്നത്? 9 മാസവും 9 ദിവസവും കഴിയുമ്പോൾ നടക്കണം. ഇല്ലേ, നടത്തുന്ന പുള്ളികളുണ്ട് ഇവിടെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ കോലഞ്ചേരി ഭാഗത്തൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ. ഇനി വന്നേച്ചാൽ മതി, എന്താ വേണേ ദൈവത്തെ ഇങ്ങനെ ഒടിച്ചു മടക്കി കൈ തരാം. 201 ദിവസത്തെ കൂട്ടോപവാസം എടുക്കണം, ഏത് ശാപം മുറിച്ചു തരാം, ഇനി വന്നേച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, അദൈവങ്ങളെ മനസ്സിലാക്കണം, ആൾ ദൈവങ്ങളെ മനസ്സിലാക്കണം.
നമ്മുടെ പണവും സമയവും മുഴുവൻ ഇങ്ങനെയുള്ള കള്ളന്മാർ കൊണ്ടുപോകണം. ഒരു പുള്ളി ഏണിയെ കയറി നിൽക്കുന്നത് കണ്ടു, നടക്കുകയാണ്, കന്നാസും കൊണ്ട് നടക്കുകയാണ് അവരുടെ അടുത്തോട്ട്. അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്ന വെള്ളവും കന്നാസും കൊണ്ട് വെക്കാൻ പാറ്റ പോലും കയറത്തില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന തൂവാല പോക്കറ്റിലിട്ടാൽ A+ ഉറപ്പാച്ച. ഇടത്ത് കണ്ട് ഒറ്റ അടിയടിച്ച് ശവങ്ങൾ എഴുന്നേറ്റ് ഓടുന്നു. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമയത്തെ നടക്കുകയുള്ളൂ. അതാര് വിചാരിച്ചാലും മാറ്റാനൊക്കത്തില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. എനിക്ക് ക്രിസ്ത്യാനികളെ കുറിച്ച് വലിയ അഭിമാനമായിരുന്നു, നല്ല മിടുക്കൻ. പക്ഷെ വേറെ പൊട്ടന്മാർ അല്ല, പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുമോ? എന്തെല്ലാം മിടുക്കരാണ്. നിങ്ങളെ ആർക്കെല്ലാം കളിപ്പിക്കാനോ ഏതെങ്കിലും ആർക്കെല്ലാം നിങ്ങളെ, പക്ഷേ ഇവരെല്ലാം കളിപ്പിക്കല്ലേ, നിങ്ങളെയല്ലേ കളിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഈ കളിപ്പിൽ പോയി വീഴുന്നത്? ദൈവം ഒരു കാര്യം, ദൈവത്തിൻ്റെ സമയത്തെ നടക്കുള്ളൂ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ മോൻ ദുബായിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ കാത്തിരിക്കുന്നത്? ഗേറ്റിൻ്റെ അടുപ്പ് ഇങ്ങനെ നിൽക്കുകയാണ് മോൻ വരുന്നത്. അങ്ങനല്ലല്ലോ. അവനിഷ്ടമുള്ള ഉപ്പേരി വറക്കും, പപ്പടം മൂപ്പിക്കും, ചിക്കൻ ഫ്രൈ ചെയ്യും, നെയ്മീൻ വാങ്ങിച്ച് കറി വെക്കും. ഒരുക്കമാണ് കാത്തിരിപ്പ്. നീ ദൈവത്തോടൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് സ്വീകരിക്കത്തക്കൊണ്ട് നിനക്കൊരു ഒരുക്കം വേണം. നിന്റെ ഒരുക്കമില്ലായ്മ കൊണ്ടാണ് പല കാര്യവും നടക്കാതിരിക്കുന്നത്. യഹോവയ്ക്കായി കാത്തിരിക്കണം. നമ്മളൊന്നും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുന്നതല്ലേ കർത്താവ് വേഗം വരയണമേ എന്നല്ലേ? ഇന്നും പ്രാർത്ഥിച്ചില്ലേ നിന്റെ രാജ്യം? ഇന്ന് രാത്രി കർത്താവ് 10 മണിക്ക് വരാൻ നിങ്ങൾ ഒരുക്കമാണോ? ചുമ്മാ പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് രാത്രി 10 മണിക്ക് വരാൻ നിങ്ങൾ ഒരുക്കമാണോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട, നമ്മുടെ ഒരുക്കക്കുറവ് കൊണ്ട് പല കാര്യം നമുക്ക് ലഭിക്കാതിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് 4 മറുപടിയുണ്ട് വേദപുസ്തകത്തിൽ. ഒന്നാമത്തെ മറുപടി ഡയറക്റ്റ് ആൻസർ, യേസ്, തന്നിരിക്കുന്നു. ഹന്ന മനോവ്യസനമുള്ളൊരു സ്ത്രീ ആയിരുന്നു. അവൾ പോയി പ്രാർത്ഥിച്ചു, യേസ് പറഞ്ഞു. അവൾക്ക് അടുത്ത വർഷം കുഞ്ഞിനെ കിട്ടി. നമുക്കൊക്കെ എങ്ങനെ എന്തെല്ലാം അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ദൈവം തന്നിട്ടുണ്ടല്ലേ? ദൈവം തന്നിട്ടുണ്ടോ? പ്രാർത്ഥനയ്ക്ക് യേസ് മറുപടിയിട്ടുണ്ടോ? എന്നാൽ പ്രൈസ് ലോർഡ് പറഞ്ഞേ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം നൽകുന്നവനാണ്. ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ആൻസർ നോ, തരത്തില്ല എന്ന് ദൈവം പറയും. ഡിനൈഡ് ആൻസർ. ദൈവം ഡിനൈ ചെയ്യും. നോ, മുഖത്ത് നോക്കി പറയാം തരത്തില്ല. അത് കിട്ടിയിട്ടുണ്ടോ? നോ എന്നുള്ള മറുപടി കിട്ടിയിട്ടുണ്ടോ? കൈവക്കിക്കാൻ നോ കിട്ടിയിട്ടുള്ളവർ? അയ്യോ, പച്ചക്കള്ളമല്ലേ നിങ്ങൾ പറയുന്നേ? യേസാണോ നോ ആണോ കൂടുതൽ കിട്ടിയിട്ടുള്ളത്? നോ അല്ലേ? എനിക്ക് നോയാ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങളെന്താ അത് മറുപടിയായിട്ട് അംഗീകരിക്കാതെ? അച്ഛാ, അത് ഈ സഭയിൽ ഇരിക്കുന്നവണ്ട അച്ഛാ, ഞങ്ങൾ ഏസാക്കി തരുന്നിടത്ത് പൊക്കം നാഗമ്പടം വരെ പോയാൽ ഒരാഴ്ച. പിന്നെ ഇവിടെ സഭ മാറിയുണ്ട്. ദൈവം പറഞ്ഞ് നോ ഏസാകുമെന്ന് വിചാരിക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിനോട് നോ പറഞ്ഞില്ലേ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്ക്. നോ. അതി വലിയ പുള്ളികൾ കോട്ടയത്തുണ്ടോ കോലഞ്ചേരിയിലുണ്ടോ? നോ പറയും. വേദപുസ്തകത്തിലെ മഹാരഥന്മാരുടെ എല്ലാം ദൈവം നോ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനാവീരനായ ശമൂവേലിനോട് നോ പറഞ്ഞു. നോ ഒരു മറുപടിയായിട്ട് അംഗീകരിക്കണം. സഭ മാറിയതുണ്ടോ, കൂട്ടായ്മ മാറിയതുണ്ടോ, ദൈവം പറഞ്ഞ നോ ഏസാക്കാമെന്ന് വിചാരിക്കരുത്. പ്രയർ ഡസ് നോട്ട് ചേഞ്ച് ഗോഡ്. പ്രാർത്ഥന ദൈവത്തെ മാറ്റുന്നില്ല. ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവമാണോ മാറ്റം? ദൈവത്തിനാണോ? അല്ല. പ്രയർ ഡസ് നോട്ട് ചേഞ്ച് ഗോഡ്. ഗോഡ് ഈസ് അൺചേഞ്ചിങ് ഗോഡ്. മാറ്റമില്ലാത്തവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അൺചേഞ്ചിങ് ഗോഡ്. പ്രാർത്ഥന മാറ്റേണ്ടത് പ്രാർത്ഥിക്കുന്നവനെയാണ്. Prayer changes man. Prayer even does not change your circumstances. നിന്റെ സാഹചര്യങ്ങളെ മാറ്റണമെന്നില്ല. ആ സാഹചര്യം നേരിടത്തക്കൊണ്ട് നിന്നെ മാറ്റിയാൽ പോരെ. മാറ്റം വരേണ്ടത് ആർക്കാണ്? പ്രാർത്ഥിക്കുന്നവനാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് കോതമംഗലത്തു നിന്ന് പോയി മൂവാറ്റുപുഴ ആറ്റി വീഴാൻ പറഞ്ഞാൽ പോയി വീഴും. ഏതേലും മല ഇന്ന് വരെ കോതമംഗലത്തു നിന്ന് പോയി വീണിട്ടുണ്ടോ? അതിൻ്റെ താഴെ ഒരു വാചകമുണ്ട്, എന്നാലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ല ഇതൊന്നും എന്ന് പറഞ്ഞാൽ ആ മല എവിടെ നിന്നോട്ട്. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് മാറ്റം വരും, ദൈവത്തിനല്ല. ഈ ദുർമേധസ്സൊക്കെ ഒന്ന് പോകും, ഉപവാസവും പ്രാർത്ഥന ഒന്ന് ഒതുങ്ങും. അപ്പം മല എവിടെ നിന്ന് നമുക്ക് ഒതുങ്ങി അപ്പുറത്ത് പോയാൽ പോരെ. ഇല്ല, ഇത് മാറിയാലേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കത്തേ ഉള്ളൂ. ശബ്ദമൊക്കെ അങ്ങ് മാറുമല്ലോ. മല ഞങ്ങൾ മാറ്റാവാൻ നോക്കട്ടെ. അങ്ങനെ മലയൊന്നും മാറത്തില്ല. ആ മല എവിടെ നിന്നോട്ടെ. ഇപ്പുറത്തോട്ട് ഒതുങ്ങിപ്പോവാൻ നിന്നെ ദൈവം ഒരുക്കും, നിന്നെ മെരുക്കും. പ്രാർത്ഥനയിൽ മെരുക്കമാണ് ഉണ്ടാകേണ്ടത്, ഒരു ഒതുക്കമാണ് ഉണ്ടാകേണ്ടത്. ഈയിടെ ഞാൻ വായിച്ചു, വാട്സപ്പിൽ അങ്ങോട്ട് വായിച്ചു, എന്നും പ്രാർത്ഥിക്കാൻ വന്ന ഒരാളിനോട് ആരാണ്ട് കളിയാക്കി, ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടി ഇതുവരെ പ്രാർത്ഥിച്ചിട്ട്? ആരും എനിക്കൊന്നും കിട്ടിയില്ല. ചില കാര്യങ്ങളൊക്കെ പോയി കിട്ടി, അസൂയ പോയി കിട്ടി, പൈശന്യം പോയി കിട്ടി, നുണപറച്ചിൽ പോയി കിട്ടി. അതാ പ്രാർത്ഥനയോട് സംഭവിക്കേണ്ടത്. നമുക്കാണ് മാറ്റം വരേണ്ടത്. ഇതൊക്കെ മാറി കിട്ടാമെങ്കിൽ നമ്മുടെ മലയുടെ അപ്പുറത്തോട്ട് അങ്ങ് പോകും. മുന്നേ നിൽക്കുന്ന മലയൊക്കെ അവിടെ നിന്നോട്ട്, നമുക്ക് പ്രശ്നമില്ല, അപ്പുറത്ത് പോയാൽ പോരെ. പ്രയർ ഡസ് നോട്ട് ചേഞ്ച് ഗോഡ്, പ്രയർ ചേഞ്ചസ് മാൻ.
മൂന്നാമത്തെ ആൻസർ ഡിലേഡ് ആൻസർ, വെയിറ്റ്. താമസിച്ച് മറുപടി കിട്ടും. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ആ സമയം ചുരുക്കാൻ നമുക്ക് അവകാശമില്ല. അതാണ് എസ്തേറിൻ്റെ പുസ്തകം കൈകാര്യം ചെയ്യുന്ന വിഷയം മുഴുവൻ. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ സംശയിക്കേണ്ട. ദൈവത്തിൻ്റെ സമയമായിട്ടില്ല. കണ്ണുനീർ തുരുത്തിലാക്കി വെക്കുന്നവനായ ദൈവം തക്ക സമയത്ത് മറുപടി തരും. അതാണ് ശരിയായ മറുപടി. വെയിറ്റ്. നാലാമതൊരു ആൻസറാണ് ഡിഫറൻറ്റ് ആൻസർ, വ്യത്യസ്തമായ ഉത്തരം. നമ്മൾ ചോദിക്കുന്ന ഒന്നാണോ ദൈവം തന്നിട്ടുള്ളത്? നമുക്ക് ചോദിക്കാൻ അറിയാമായിരുന്നോ? നമ്മളിന്ന് അനുഭവിക്കുന്നതും കാണുന്നതും ഒക്കെ നമ്മൾക്ക് വല്ല സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളാണോ? പണ്ടൊക്കെ ആണെങ്കിൽ തിരുമേനിമാർക്ക് കാറുള്ളായിരുന്നു. പണ്ടൊക്കെ തിരുമേനിമാർ പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ കപ്പ്യാരന്മാരുടെ ശുശ്രൂഷകരുടെ ജോലി എന്തോ ഒരു വടിയും കൊണ്ട് അവിടെ നിൽക്കുകയാണ്, പിള്ളേർ കാറേ തൊടാതിരിക്കുക. ഇപ്പോഴാണെങ്കിൽ കാറില്ലാത്ത വീടുണ്ട്. ഞാനൊരു ഉദാഹരണം, അത് വലിയ കാര്യമൊന്നുമല്ല കാറെന്ന് പറഞ്ഞാൽ ഒന്നും. ഞാൻ പറഞ്ഞത് എന്തെല്ലാം അനുഗ്രഹങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത അനുഗ്രഹങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ഡിഫറൻറ്റ് ആൻസർ. പൗലോസ് ചോദിച്ചത് എന്താണ്? എൻ്റെ ജഡത്തിലെ ശൂലം മാറ്റണം. പക്ഷെ കൊടുത്തത് എന്താണ്? എൻ്റെ കൃപ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചതെന്ന് നമ്മൾ ചോദിച്ചതല്ല. പ്രാർത്ഥനയ്ക്ക് അങ്ങനെയും ഒരു മറുപടിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സമയം ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാ. അറിയാമോ ആ പ്രാർത്ഥന? സ്വർഗസ്ഥ പ്രാർത്ഥന അറിയാവോ? നിർത്തി ചൊല്ലി നോക്കണേ. എന്ന് അടിച്ചു വിട്ടാൽ ആദ്യം നിർത്തുമ്പോഴേക്ക് സമ്മാനം കിട്ടുമെന്നുള്ള മറ്റു നമ്മുടെ പ്രാർത്ഥന. നിർത്തി പ്രാർത്ഥിക്കണം. അന്നേരം അറിയാവോ എന്ന്. അതിൻ്റെ ഒരു വാചകം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അതാണ് പ്രാർത്ഥന. ചിലർ വിശ്വാസം മൂത്താ പിന്നെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കത്തില്ല. അതറിയാൻ വയ്യാത്ത മത്തായി മാർക്കോസ്. ഞങ്ങളാരാ? നിന്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, അംഗീകരിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ ഇഷ്ടം മാറ്റാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഇതാണ്, യു പേ ഐ പ്രേ. നീ പണം തരാമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. യു മോർ പേ ഐ മോർ പ്രേ. കൂടുതൽ തരാൻ കൂടുതൽ പ്രാർത്ഥിക്കും. പണം കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുന്നതല്ല. മനസ്സൊരുക്കത്തോടെ ദൈവസ്ഥനിൽ വരുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സമയത്ത് തന്നെ ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് മാസങ്ങൾ കാത്തിരുന്നു. സാറ എല്ലാം നടന്ന് പറഞ്ഞു, ഒന്നും ആയില്ല. അപ്പോഴാണ് സാറ ഒരു പദ്ധതി ഇടയ്ക്കുണ്ടാക്കിയല്ലോ, അല്ലേ, ദൈവത്തെ സഹായിക്കാൻ. ഞാൻ പ്രസവിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ, തിയോളജിയാണ്. നിനക്കുണ്ടാവുന്നല്ലോ, അത് നീ തൽക്കാലം നമുക്ക് ആ പരിപാടി അറിയാമല്ലോ. അതിന് ദൈവത്തെ സഹായിക്കാൻ ഇറങ്ങുന്ന ചില പുള്ളികളുണ്ട്. ഞാൻ കുവൈറ്റിരുന്നപ്പോൾ എൻ്റെ പള്ളിയിൽപ്പെട്ടൊരു പുള്ളി പള്ളിയിലൊന്നും വിശ്വാസം മൂത്താ പിന്നെ പള്ളി വരത്തില്ലല്ലോ. എന്താ പള്ളി എനിക്ക് വേറെ ശുശ്രൂഷയുണ്ട് എന്നാ എന്നാ ശുശ്രൂഷ? ചുമ്മാ പറയാം. എനിക്കൊരു 43 പ്രാർത്ഥന ഒരാഴ്ച. ആര് വിളിക്കാൻ? വെറുതെ തട്ടി വിടുകയാണ്. പള്ളി കയറത്തില്ല. വലിയ ഭക്തനാണ്. ഒരു ദിവസം അയാൾ ദർശനം കണ്ടി. ഈ ദർശനമാണല്ലോ അവർക്ക് കൂടുതലും. ഒരു ദിവസം കൊണ്ട് പാഴ്സനായി വന്ന് പറയും, അച്ഛാ ഈ പാഴ്സനൈൻ്റെ അടുത്തുള്ള ഓവർ ബ്രിഡ്ജ് ഇടിഞ്ഞു വീഴും. എന്നോട് പറയാണ്, കുവൈറ്റിൽ എന്തുമാത്രം ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അതൊന്നും വീഴാതെ എൻ്റെ പാഴ്സനൈൻ്റെ അടുത്തുള്ള എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ തലയെ വീഴും. അച്ഛൻ തൊലയുമെന്നാണ് പറയുന്നത്. ഞാൻ അയാളെ ഏതാണ്ട് പറഞ്ഞെന്നാ, അച്ഛൻ ഓർത്തോ ഈ ഓവർ ബ്രിഡ്ജ് ഇടിഞ്ഞ് വീഴാൻ പോവാണ്. അയാൾ പോയി പ്രാർത്ഥിക്കുക, ഇടിഞ്ഞ് വീഴണേ. ഞാൻ പ്രാർത്ഥിക്കുക, വീഴല്ലേ. അത് പിന്നെ കേരളീയരൊന്നും പണിത പാലമല്ല, ആമ്പിള്ളാർ പണിത്, അതങ്ങനെ വീഴത്തൊന്നുമില്ല. എന്നിട്ട് ഇയാൾ കാത്തിരുന്നിട്ട് വീഴുന്നില്ല. ഒരു ദിവസം കൊണ്ട് ഒരു പത്രം ചുരുട്ടിക്കൊണ്ട് വന്നേക്കുന്നു പാഴ്സനെ. എന്താണെന്നറിയോ? റാന്നി പാലം ഇടിഞ്ഞ് വീണ വാർത്ത പത്രത്തിൽ വന്നേക്കുന്നു. അപ്പോൾ അച്ഛാ ഏതായാലും ഒരു പാലം വീണോ? ഞാൻ പറഞ്ഞിട്ട് ഏതായാലും പാലം വീണോ ഉണറോ എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി പോയാൽ തന്നെ അവിടുത്തുകാരനാണ്. ഇങ്ങനെ ദൈവത്തെ സഹായിക്കാൻ ഇറങ്ങുന്ന ചില പുള്ളികളുണ്ട്. ദൈവം സൗഖ്യം തരാമെന്ന് സൗഖ്യം തരും. ദൈവത്തിൻ്റെ സമയത്ത് തരും, തരാതിരിക്കുകയും ചെയ്യും. സൗഖ്യം തരുമെന്നല്ലല്ലോ, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദീനക്കാരന് സൗഖ്യം വരുമെന്നാണ്. രക്ഷ കിട്ടുമെന്നാണ്. രക്ഷിക്കപ്പെടുമെന്നാണ്. സൗഖ്യമെന്നല്ല, രക്ഷിക്കപ്പെടുമെന്നാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷപ്പെടുത്തും. സൗഖ്യം, ആ സുഖമെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സുഖമല്ല. അത് ദൈവം സൗഖ്യം തരാൻ കഴിവുള്ളവനാണല്ലോ, നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ സൗഖ്യമേ തരുമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും. അത് ഒരുക്കത്തോടെ കാത്തിരിക്കും. അതിന് തയ്യാറാകാഞ്ഞതാണ് ഇന്ന് ലോകം നേടുന്ന വലിയ പ്രശ്നം. ഏതായാലും ദൈവം പറഞ്ഞ സമയത്ത്, ഉൽപ്പത്തി 21:1-2 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കേണ്ട വാക്യങ്ങളാണ്. ദൈവം പറഞ്ഞ അവധിക്ക് സാറാ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ദൈവം പറഞ്ഞ അവധിക്ക് 21:1-2 ദൈവം അവധി എടുക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ. ദൈവം പറഞ്ഞ അവധിക്ക് സാറാ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. മകൻ ജനിച്ചതോടുകൂടി ആ വീട്ടിലെ ദൈവം ആരായി? നിങ്ങളുടെ വീട്ടിലെ ദൈവം ആരാ? വേറെ അർത്ഥത്തിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? മക്കളെയാണോ ദൈവത്തെയാണോ? ദൈവത്തെ. പണ്ടത്തെ ചോദിച്ചപ്പോൾ ദൈവമക്കളെയാണെന്ന്. ഇപ്പോൾ രണ്ടും കൂടെ ആണല്ലോ. ദൈവത്തെയാണോ മക്കളെയാണോ ഇഷ്ടം? ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കി തരാം.
നിങ്ങളുടെ കുഞ്ഞിന് ഈ കഴിഞ്ഞ വർഷം LKG ചേരാൻ കൊടുത്ത ക്യാപിറ്റേഷൻ ഫീ ആണോ കൂടുതൽ, പൗരസ്ത്യ സമാജത്തിൻ്റെ സുവിശേഷ വേലി കൊടുത്ത തുകയാണോ കൂടുതൽ? 50 വർഷത്തിനുണ്ടാകും. ആരെയാ ഇഷ്ടം? ഇഷ്ടമൊക്കെ അവിടെ കിടക്കും. കൊടുക്കുന്ന കാര്യം മുഖം അങ്ങ് വീർക്കും. എന്ന് സഭയെ പിരിവാണ്. ഞങ്ങളുടെ സഭയിലെ കാര്യം ഞാൻ പറയുന്നത്. മർത്താമ സഭയിൽ എന്നും പിരിവാണ്, കവറാണ്, സഭ മാറുന്ന പുള്ളികളാണ്. അതിൽ നമ്മുടെ ഈ ക്രിസ്ത്യാനികൾക്ക് പറ്റിയ വലിയൊരു പ്രശ്നം, നമ്മുടെയൊക്കെ വീടുകളിലെ ദൈവങ്ങളായേക്കാണ് മക്കൾ. ഈ ഭാഗത്ത് എനിക്കത് മധ്യതിരുവിതാംകൂറിലെ ഒരു അപകടമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അങ്ങനെ ഒരു സാധനം വീടുകളിലില്ല, എല്ലാം പോയി. മക്കളെ ഒന്നും കാണാൻ ഞാൻ പല സ്ഥലം അച്ഛനും പ്രസംഗിക്കാൻ പറ്റും. എവിടെ ഒരു 60 വയസ്സ് താഴെ കാണുന്നുണ്ടോ അച്ഛാ? ഞങ്ങളുടെ എവിടെയെങ്കിലും ഇല്ല, എല്ലാം പോയി. എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീടെല്ലാം വിറ്റേച്ച് അങ്ങ് പോവാണ്, പണയം വെച്ചേച്ച് പോവാണ്. പോട്ടെ, ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും മക്കൾ കയറി ദൈവങ്ങളാകുന്ന ദൈവത്തെ വേദനിപ്പിക്കും. അപ്പോൾ ഈ ദൈവത്തിനൊരു സംശയം, അബ്രഹാമിൻ്റെ വീട്ടിൽ 1ാമത്തെ കൽപ്പന ലംഘനിക്കപ്പെട്ടോ എന്ന്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം നിന്റെ മകനെ എനിക്ക് യാഗം കഴിക്കണം. മോറിയാമലയെ കൊണ്ടുപോയി. അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഏത് മകനെ കൊടുത്തേനെ? എൻ്റെ കർത്താവ്, എന്തിനാ മോറിയാമല വരെ പോകുന്ന ചെറുക്കനെ ഞാൻ കൊണ്ട് നടക്കുക, ആർക്ക് വേണം ഇപ്പം തന്നെ തന്നേക്കാന്ന് പറഞ്ഞ് കൊടുത്തേനെ. നമ്മുടെ പിതാവാണല്ലോ. അതറിഞ്ഞുകൊണ്ട് ദൈവം പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു, അബ്രഹാമേ നിന്റെ ഏകജാതനായ മകനെ ഇസാക്കിനെ തന്നെ എനിക്ക് യാഗം കഴിക്കണം. അവർ ഗോഡ് ഈസ് എ ഡിമാൻഡിങ് ഗോഡ്. സപ്ലൈയിങ് ഗോഡ് മാത്രമല്ല, എപ്പോഴും ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, വയറുവേദന മാറ്റി പല്ലുവേദന മാറ്റി ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മളോട് ചില കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യും. ഏറ്റവും വിലയുള്ളതിനെ ദൈവം ചോദിക്കും. ദൈവത്തോടുള്ള യാത്ര സുഖകരമാണോ? ദൈവവിളി നല്ലതാണോ? ഇത്രയും വേദന എടുത്തൊരു പിതാവുണ്ടോ? അബ്രഹാമേ നിന്റെ ഏകജാതനായ മകനെ എനിക്ക് യാഗം കഴിക്കണം. അബ്രഹാം അനുസരിച്ച് മോനെയും കണ്ട് മോറിയാമല, നമുക്കറിയാവുന്ന ഭാഗമാണ്. മോറിയാമലയിലെ യാഗപീഠം ഒരുക്കി, യാഗപീഠത്തോട് കയറി കിടക്കാൻ പറഞ്ഞു. അവൻ കയറി കിടന്നു, അല്ലേ? കയറി കിടന്നു. നമ്മുടെ പിള്ളേരാണ് എവിടെ യാഗം നടക്കുമോ? നമ്മുടെ പിള്ളേരാണ്. അവൻ പറഞ്ഞാൽ പപ്പ എന്ന് കിടക്കുക, ഏതായാലും കടുംവെട്ടായല്ലോ, ഞാനൊരു യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇസാക്ക് അബ്രഹാമിനെ അനുസരിച്ചത്? അബ്രഹാം ദൈവത്തെ അനുസരിച്ചത് കൊണ്ടാണ് ഇസാക്ക് അബ്രഹാമിനെ അനുസരിച്ചത്. നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാത്തതിൻ്റെ കാര്യം എന്താണ്? നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത്. അവർ നമ്മളെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. ഏതായാലും കൈകാലം വിരിക്കപ്പെട്ടവനെ അവിടെ കിടന്ന് കൈയും കാലം കെട്ടിയെന്നൊക്കെയുള്ള യാഗത്തിന്റെ രീതിയാണ്. അബ്രഹാം വാളോങ്ങി, അബ്രഹാമേ എന്ന് പറഞ്ഞു. ദൈവം പേടിച്ചു പോയി. ദൈവം പേടിച്ച ഒറ്റ അവസരമേ വേദോത്സവത്തിലുള്ളൂ. അബ്രഹാം അല്ല പേടിച്ച്, ദൈവം അബ്രഹാമേ അരുത് കയ്യെ കയറി പിടിച്ചു. ഈ സംഭവം മാർത്തോമാ സഭയിലെ സൺഡേ സ്കൂളിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുകയായിരുന്നു. കൊച്ചുകുട്ടികൾ, 4-5 വയസ്സുള്ള പെൺകുട്ടികൾ, 3 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് ടീച്ചർ പ്രൊഫഷണൽ ടീച്ചർ തന്നെ, വലിയ മിടിക്കുകയാണ്, ആക്ഷനൊക്കെ കാണിക്കും. അബ്രഹാം അപ്പച്ചൻ ഇസാക്ക് അച്ചാച്ചനെ അങ്ങോട്ട് പിടിച്ച് കിടത്തി. അബ്രഹാം അപ്പച്ചൻ ഇങ്ങനെ വാളോങ്ങി ഒരു മാലാക വന്ന് അരുത് എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചു. ഭംഗിയായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞു. ഒരു കുഞ്ഞ് ഭയങ്കര കരച്ചില്, എങ്ങനെ അടിച്ചു കരഞ്ഞു, ഭയങ്കര ഭയന്നും കരയാണ്. ടീച്ചർ അങ്ങ് പേടിച്ചു പോയി. കൊച്ചു നിർത്തുന്നുമില്ല, കരഞ്ഞു വശക്കേടായി. 5-6 മിനിറ്റ് കഴിഞ്ഞാണ് നിർത്തിയത്. മോളെ എന്തോ അടി മോളെ? നീ കുഞ്ഞ് ചോദിച്ചു, ടീച്ചർ ആൻറ്റി അന്നേരം മാലാക വന്നില്ലായിരുന്നെങ്കിലോ? ശരിയായ ചോദ്യമല്ലേ? അന്നേരം മാലാക താമസിച്ചു പോയായിരുന്നെങ്കിലോ? അപ്പം ടീച്ചർ ആൻറ്റി പറഞ്ഞില്ല മോളെ, മാലാഖ താമസിക്കുക, തക്ക സമയത്ത് മാലാഖ വരും. അബ്രഹാമേ അരുത്, നിന്റെ ബാലിന്റെ മേൽ കൈ, തലപൊക്കി നോക്ക്. 22:10 മുതലുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അബ്രഹാമിന് തലപൊക്കി നോക്ക്. ഒരു കൊമ്പ് കുരുങ്ങി ആട്ടുകൊറ്റൻ കാട്ടിൽ കിടക്കുന്നു. എപ്പോഴും തലപൊക്കി നോക്കുന്ന പാരമ്പര്യമുള്ളവന് മാത്രമേ ഈ കൂരിട്ടിന്റെ സമയത്തും തലപൊക്കി നോക്കാൻ പറ്റത്തുള്ളൂ. നീ തലപൊക്കി നോക്കി, ആദ്യം നിനക്ക് വസ്തുവിന്റെ അവകാശം കിട്ടിയില്ലേ? രണ്ടാമത് വസ്തുവിന്റെ അവകാശിയെ കിട്ടിയില്ലേ? മൂന്നാമത് എൻ്റെ മകന് പകരം ഒരു കൊമ്പ് കാട്ടിൽ കുരുങ്ങി ആട്ടുകൊറ്റൻ കിടക്കുന്നു, വീണ്ടെടുപ്പുകാരൻ കിടക്കുന്നു. എൻ്റെ ആത്മീയ അർത്ഥം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഭാഗത്തെ പ്രവേശിക്കുന്നില്ല. അതിനെ എടുത്ത് യാഗം കഴിക്കണം. കഴിച്ചിട്ട് അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് വേണ്ടി ദൈവം കരുതുന്നവനാണ്. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വലിയ എതിർപ്പുണ്ടോ? ഒന്നുമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ദൈവം കരുതുന്നവനാണെന്ന്? ഈ കഴിഞ്ഞ 2-3 വർഷം പ്രളയം, അത് കഴിഞ്ഞ് കോവിഡ്, വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നവർ വരെ ഇല്ലേ, ഇരിപ്പില്ലേ? ഇല്ലേ? ഓക്സിജൻ കിട്ടാതെ വെന്റിലേറ്റർ കിടന്നവർ വരെ ഇറങ്ങി വരുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ ദൈവം കരുതുന്നവനാണെന്ന്? ദൈവം കരുതുന്നവനാണ് എന്ന് നമ്മൾ സാക്ഷിക്കണം. എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ മൂത്ത സഹോദരങ്ങളോട്, നീ നിന്റെ മക്കളുടെ വഴിയെ തെണ്ടും
എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാണ്, ശപിച്ചിറക്കി വിട്ടതാണ്. അതാ ഞാൻ പറഞ്ഞ വസ്തു ഒന്നും തരാതെ, 1 സെന്റ് വസ്തു പോലും തരാതെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടതാണ്. നീ നിന്റെ മക്കളുടെ വഴിയെ തെണ്ടും, അന്ന് തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാണ്. പടി അടച്ച് പിണ്ടം വെക്കുക എന്ന് പറയും, ഇരിക്കപ്പിണ്ടം വെക്കുക എന്ന് പറഞ്ഞാൽ മരണതുല്യരായി കരുതുക. അന്ന് എൻ്റെ പിതാവ് പറഞ്ഞു, വിശ്വാസ ശ്രേഷ്ഠത കൊണ്ട് പറഞ്ഞു, അമ്മേ എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ, അവൻ വഴിയിലിട്ടേച്ച് പോകയില്ല, പോയാലും ഈ ഉപേക്ഷയിലേക്ക് മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ് പെരുവഴിയിലേക്ക് ഇറങ്ങിയാണ്. അന്ന് മാർത്താമ്മ സഭ ഇതുപോലെ സമ്പന്നമായൊരു സഭയായിരുന്നില്ല, ഒരു ദരിദ്ര ഇടനിലക്കാരുടെ സഭയായിരുന്നു മാർത്താമ്മ സഭ, കർഷകരുടെ സഭയായിരുന്നു മാർത്താമ്മ സഭ. ഞങ്ങളുടെ ഉൾപ്പെട്ടിരിക്കുന്ന കീക്കയുടെ ഇടവകയും ഒരു കർഷക ഇടവകയായിരുന്നു. ഇപ്പോൾ വലിയ സമ്പന്നരുടെ ഇടവകയാണ്. എന്നാലും അവരുടെ കരുതലും പ്രാർത്ഥനയുമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന ഓർത്ത് ഞാൻ അവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. പെരുവഴിയിലേക്ക് ഇറങ്ങി. ഞാൻ എൻ്റെ അപ്പച്ചനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഈ തരണം ചെയ്തത്? സുഭിക്ഷതയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങി എന്തൊരു ധൈര്യം വന്നു? എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, പലപ്പോഴും പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്. പട്ടിണി, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിച്ച് പച്ചവെള്ളം കൊടുത്തേച്ച് കിടന്ന രാത്രികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പച്ചവെള്ളം കൊടുത്തേച്ച് ഉറക്കാൻ വിട്ട് രാത്രികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടിണി വരുമ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് 3-4 പാട്ട് കൂടുതൽ പാടും. അപ്പം മറ്റുള്ളവർക്കറിയാം ഇന്ന് ഉപദേശിയുടെ വീട്ടിൽ പട്ടിണിയാണെന്നറിയാം. പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷേ പട്ടിണിയായിരുന്നെങ്കിലും മുൻപിലും പിൻപിലും ഇടത്തും വലത്തും ദൈവം തമ്പുരാനുണ്ടായിരുന്നു. ദൈവം കൂടെയുള്ള പട്ടിണിയാണ് ദൈവമില്ല സുഭിക്ഷതയേക്കാൾ നല്ലതെന്ന് അനുഭവിച്ചറിഞ്ഞൊരു കുടുംബമാണ് എൻ്റെ കുടുംബം. മാർത്താമ്മ സഭ ഞങ്ങളെ ഏറ്റെടുത്തു. എൻ്റെ പിതാവിനെ തിരുവല്ലയിലെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വിട്ടു. അവിടുത്തെ പഠിത്തം കഴിഞ്ഞ് മാർത്താമ്മ സുവിശേഷ പ്രസംഗ സംഘത്തിലെ സുവിശേഷകനാക്കി. സുവിശേഷ പ്രസംഗ സംഘത്തിലെ സുവിശേഷകർക്കുള്ള പ്രത്യേകത, താമസിക്കാൻ വീട് കിട്ടും, മിഷൻ വീട് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ. ഞങ്ങൾക്ക് വീടില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട് കത്തിച്ച് കളഞ്ഞു. ഞങ്ങളുടെ വീടില്ലാത്തതുകൊണ്ട് താമസിച്ചോട്ടെ എന്ന് കരുതിയാണ് മാർത്താമ്മ സുവിശേഷ പ്രസംഗ സംഘത്തിലെ സുവിശേഷകനാക്കിയത്. ആദ്യം അദ്ദേഹം പോയത് മലയാലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മലയാലപ്പുഴ എന്ന് പറയുന്നത് അന്നും ഇന്നും സുവിശേഷ വേലയ്ക്ക് അല്പം പ്രയാസമുള്ള ഏരിയയാണ്. അവിടെ ഒരു മിഷൻ വീടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഉപദേശി അങ്ങോട്ട് പോകത്തില്ല, പേടിച്ച്. യൂഹാനൻ മാർത്താമ്മ തിരുമേനി എൻ്റെ പിതാവിനോട് ചോദിച്ചു, കൃഷ്ണപിള്ളയ്ക്ക് അവിടെ പോകാം, സധൈര്യം പോകാമെന്ന് പറഞ്ഞു. അവിടുത്തെ ഒരിക്കൽ ഉത്സവത്തോടനുബന്ധിച്ച്, അമ്പലത്തിങ്കിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു പരസ്യയോഗം സംഘടിപ്പിച്ചു. കുമ്പളാംബിക സെൻറ്ററിലുള്ള മാർത്താമ്മ ഇടവകക്കാരെല്ലാവരും കൂടെ എൻ്റെ അപ്പച്ചനെ കൊണ്ട് പ്രസംഗിപ്പിച്ചു, എൻ്റെ അമ്മച്ചിയെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചു. ഒരുപാട് ആളുകൾ അവിടെ കൂടി. എന്നാൽ അന്നേരം ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്നാൽ അന്ന് അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഒരു ശബ്ദ കോലാഹലം കേട്ട് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ മണ്ണെണ്ണ വിളക്കും കത്തിച്ചുകൊണ്ടിറങ്ങി. അന്ന് മണ്ണെണ്ണ വിളക്കേ ഉള്ളൂ. മണ്ണെണ്ണ വിളക്കും കത്തിച്ചുകൊണ്ട് മുറ്റത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ടവരും അല്ലാത്തവരുമായ ഒരു 10-60 സഹോദരങ്ങൾ കമ്പും കല്ലും വടിയും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അവരാണ് ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഈ അസമയത്ത് എവിടെ പോവാണ്? പിന്നെ അവർ പറഞ്ഞു, നീ ഇന്ന് അവിടെ അമ്പലത്തിങ്ക പ്രസംഗിച്ചത് കൊണ്ട് നിന്നെ ഉപദ്രവിക്കാൻ ഞങ്ങൾ വരുമെന്ന് വിചാരിച്ച് നീ നിന്റെ ആളുകളെ മൈലപ്രായെന്നും ഉദിമൂട്ടിയെന്നും മണ്ണാരക്കുളഞ്ഞെന്നും ഒക്കെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഈ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളും അല്ലാതെ ആരുമില്ല. അവർ നീ കള്ളം പറയുകയാണ്. അപ്പം വീട് തുറന്നു കിടക്കുന്ന നിങ്ങൾക്ക് നോക്കാം. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ മുകളിലെ റോഡിൽ കൂടെ രാത്രി വരുമ്പോൾ ഞങ്ങൾ കണ്ടല്ലോ ഈ മുറ്റത്ത് ഒരു 10-100 ആണുങ്ങൾ നിൽക്കുന്നത് കണ്ടല്ലോ, നീ അവരെ എങ്ങോട്ട് മാറ്റി? ഞങ്ങൾ കണ്ടതാണ്. അവർ പറയാം, ഞങ്ങൾ കണ്ടതാണ് 10-100 ആണുങ്ങൾ ഇവിടെ നിൽക്കുന്നതാണ്, നീ അവരെ എങ്ങോട്ട് മാറ്റി? അപ്പം പറഞ്ഞു, വീട് തുറന്നു കിടക്കുന്ന നിങ്ങൾക്ക് നോക്കാം. ഞങ്ങൾ കണ്ടതാണ്. അവർ ശടിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ശൈശവാവസ്ഥയിൽ എൻ്റെ പിതാവിന് കത്തി. അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണും, എന്നെ വിളിച്ചിറക്കിയവനായ ദൈവം സൈന്യങ്ങളുടെ യഹോവയാണ്. ഒരുപക്ഷെ അവൻ തൻ്റെ സൈന്യത്തെ ഞങ്ങളെ വിടുവിച്ചതാകാം എന്നെൻ്റെ പിതാവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാക്ഷ്യത്തിൽ നിങ്ങളുടെ മുമ്പ് ഞാൻ സാക്ഷ്യം പറയുന്നു. പിന്നെ അത്തരത്തിലൊരു പ്രശ്നം ഞങ്ങളുടെ സ്വന്തക്കാർ ഞങ്ങൾക്ക് വന്നിട്ടേ ഇല്ല. കരുതുന്നവനായ ദൈവം ജീവിക്കുന്നു. ഇത് ബാലരമയിലെ കഥയല്ല ഞാൻ പറയുന്നത്, പറഞ്ഞു കേട്ട കഥയല്ല, ജീവിതം അനുഭവിച്ച കഥയാണ്, അനുഭവിച്ച അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഇത്രയും തീഷ്ണതയല്ലെങ്കിലും നിങ്ങളും അനുഭവിച്ചിട്ടില്ലേ ദൈവത്തിൻ്റെ കരുതൽ? പ്രയാസത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ദൈവം നിങ്ങളെ താങ്ങിയത് മറന്നു പോകരുത്. ഓപ്പറേഷൻ തിയേറ്ററിൽ ആർക്കും പ്രവേശനമില്ലാത്ത ദൈവം തമ്പുരാൻ കയറി വന്നില്ലേ? ICUവിൽ ആർക്കും പ്രവേശനമില്ലാത്ത ദൈവം തമ്പുരാൻ കയറി വന്നില്ലേ? നിങ്ങളെ സൗഖ്യത്തോടെ ഇറക്കിക്കൊണ്ട് വന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. കരുതുന്നവനായ ദൈവം ജീവിക്കുന്നു. ഇത് അനുഭവിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ. ഇത് മറ്റുള്ളവരോട് പറയണം, അടുത്ത തലമുറയോട് പറയണം. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. 1556 പ്രാവശ്യമുണ്ട് വേദപുസ്തകത്തിൽ. ഓർക്കണം, നിങ്ങൾ ഓർക്കണം. എന്താ നിങ്ങൾ ഓർക്കേണ്ടത്? ദൈവം നടത്തിയ വഴികളെ ഓർക്കണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന രാത്രിയിൽ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, മോശേ, ഒരു കാര്യം എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനായിട്ടുണ്ട്. നിങ്ങൾ പോകുന്ന പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്കാണ്. സമ്പൽ സമൃദ്ധിയുടെ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ഓർക്കണം. വർഷത്തിലൊരിക്കൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പം ഡൈനിങ് ടേബിളിൽ വരുമ്പോൾ നിങ്ങളുടെ മക്കൾ ചോദിക്കും, എന്താ മമ്മി ഉണ്ടാക്കി വെച്ചേക്കുന്നേ?
രുചിയില്ലാത്ത അപ്പം ആർക്ക് വേണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ അപ്പച്ചന്മാര് മിസ്രൈം അടിമത്തത്തിലായിരുന്നു, ദൈവം അവരെ അവിടെ നിന്ന് വിടുവിച്ചു. വിടുവിക്കുന്ന രാത്രിയിൽ പുളിപ്പിച്ച് തിന്നാൻ സമയം കിട്ടിയില്ല മക്കളെ, അതിന്റെ ഓർമ്മയാണ് ഇന്ന് എന്ന് പുളിപ്പിച്ചു എന്ന് അവർ ചോദിക്കത്തുമില്ല. നിങ്ങളോട്ട് ഇതല്ലേ നമുക്ക് പറ്റിയിരിക്കുന്നത്? ക്രൈസ്തവ സഭയ്ക്ക് പറ്റിയ പ്രശ്നം ഇതല്ലേ? ദൈവം അവരെ നടത്തിയ വഴികൾ നമ്മൾ സൗകര്യപൂർവ്വം മറക്കല്ലേ? പുരമേ നിവർത്തിയില്ലാത്ത കാലങ്ങളെ മറന്നു പോകരുത്. കടഭാരത്താൽ വിങ്ങിപ്പൊട്ടിയ നാളുകൾ മറന്നു പോകരുത്. പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാൻ ബുദ്ധിമുട്ടിയ നാളുകൾ മറന്നു പോകരുത്. നമ്മളെ കരുതുന്നവനായ ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ യഹോവ ഇരേ. ഇത് ഒരുപാട് പറയേണ്ടതാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വായിച്ചതാണ് എബ്രായർക്ക് ലേഖനം 11-ാമത്തെ. നിങ്ങളുടെ പിതാവായ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനായി കാത്തിരുന്നു. വിളിച്ചിറക്കിയവനായ ദൈവം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നാൽ ലോകം അനുഗ്രഹിക്കപ്പെടും, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയവനായ ദൈവം. വിളിച്ചിറക്കിയ പിന്നെ അബ്രഹാം ഒരു നല്ല വീട്ടിൽ താമസിച്ചിട്ടില്ല, കൽദയരുടെ ഊരി താമസിച്ച് കാണും. ദൈവം വിളിച്ച പിന്നെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാന നഗരത്തിനായി കാത്തിരുന്നു. തലപൊക്കി നോക്കിയപ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരം കണ്ടു. പ്രിയപ്പെട്ടവരെ, ദർശനത്താൽ കാണണം. ദൈവം നമുക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കുന്നുണ്ട്. 99 വെള്ളപ്പൊക്കം എന്നൊക്കെ എല്ലാവരും പറഞ്ഞേക്കാം, ഈ കഴിഞ്ഞ പ്രളയത്തേക്കാൾ വലുതായിരുന്നാ പറയുന്നത്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. കോഴഞ്ചേരി പാലത്തിൻ്റെയൊക്കെ അന്ന് പാലമൊന്നുമില്ല, ഇങ്ങനെ വലിയ വെള്ളം പമ്പാ നദി കൂടെ ഒഴുകുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ രാത്രി അർദ്ധരാത്രി. ഉണ്ട് എനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകുന്നു ഞാൻ വാഴുമെന്ന് എന്നൊരു പാട്ട് കേട്ടു. ഒരു ദീനശ്രദ്ധ പാട്ട്. എന്താണെന്നറിയാമോ? കിഴക്കൻ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന ഒരു വീടിൻ്റെ ഒരു കോലായിൽ ഏതോ കുടിലിൻ്റെ അവിടെ കണ്ട് പിടിച്ചു നിന്നൊരു അമ്മച്ചി പാടുകയാണ്. നിമിഷങ്ങൾ കഴിയുമ്പോൾ മുങ്ങിത്താഴാൻ പോയാണ് അമ്മച്ചി. എന്നിട്ട് അമ്മച്ചി പ്രത്യാശയോടെ പാടുകയാണ്, ഉണ്ട് എനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകുന്നു ഞാൻ വാഴും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ സ്ഥിരവാസികളല്ല, ഇവിടെ നമ്മൾ കൂടാരവാസികളാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു ഭവനമില്ല. ദൈവം നമുക്ക് വേണ്ടി ശില്പിയായ ഒരു നഗരം ഒരുക്കുന്നു. ആ നഗരത്തെ കാണണം, ആ നഗരത്തെ നമ്മുടെ ദർശനത്താൽ കാണണം. ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഇങ്ങനെ പോയാൽ അവിടെ എത്തുവോ? സ്വർഗത്തിൽ പോമോ? സ്വർഗത്തിൽ പോകുന്ന ഉറപ്പ് പ്രാപിക്കണം. അല്ലെ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കും? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർത്താവിന് രക്തം നൽകി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മൾ. കർത്താവ് ഒരു കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞത് എന്തിനാണ്? കള്ളനെ പോലെ വരുമെന്ന് എന്താ പറയുന്നത്? കള്ളൻ എന്തിനാ വരുന്നേ? കള്ളൻ വരും നിക്ഷേപത്തെ സ്വീകരിക്കുകയാണ്. നിക്ഷേപം, സ്വത്ത്, നിക്ഷേപം. ആരാണ് ദൈവത്തിന്റെ നിക്ഷേപം? യഹോവ യാക്കോബിനെ തനിക്കായും ഇസ്രായേലിനെ തന്നെ നിക്ഷേപമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. യാക്കോബ് തന്നെയാണ് ഇസ്രായേൽ. രൂപാന്തരപ്പെട്ട യാക്കോബാണ് ഇസ്രായേൽ. രൂപാന്തരപ്പെടാത്തവർ ദൈവത്തിന്റെ വകയാണ്, പക്ഷെ രൂപാന്തരപ്പെട്ട ദൈവമക്കളാണ് ദൈവത്തിന്റെ നിക്ഷേപം. തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളാണ് ദൈവത്തിന്റെ നിക്ഷേപം. അവരെ ചേർക്കുവാനായിട്ടാണ് കള്ളനെ പോലെ അവൻ വരുന്നത്. മധ്യാകാശത്തിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ ലജ്ജ കൂടാത്ത മുഖത്തോടെ അവനെ എതിരേൽക്കുന്ന വിശുദ്ധരുടെ കൂട്ടത്തിൽ ഞാനും കാണും എന്നുറപ്പാക്കണം. വിളിച്ചിറക്കിയവനായ ദൈവം, സൈന്യങ്ങളുടെ കരുതുന്നവനായ ദൈവം, പുലർത്തുന്നവനായ ദൈവം, നമുക്ക് വേണ്ടി ജീവൻ നൽകി വീണ്ടെടുത്തവനായ ദൈവം നമുക്ക് വേണ്ടി ശില്പിയായ ഒരു നഗരം ഒരുക്കുന്നു, ഒരു ഭവനം ഒരുക്കുന്നു. ആ ഭവനം നഷ്ടപ്പെട്ടു പോകരുത്. ആ ഭവനാവകാശിയായ ഞാനെന്ന് ഉറപ്പ് വേണം. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, തിരുമേനി ഇപ്പം മരിച്ചാൽ എന്തോ ചെയ്യും? ഒരു രാവിലെ 11 മണിക്ക് ചോദിക്കുകയാണ്. ഒരു പശ്ചാത്തലം ഇല്ലാതിരുന്നപ്പോൾ ചോദിക്കും, ഇപ്പം മരിച്ചാൽ എന്തോ ചെയ്യും? തിരുമേനി വളരെ കൂളായിട്ട് മറുപടി പറഞ്ഞു, സഹോദര, ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഞാൻ കഴിച്ചത് വത്തിക്കാൻ കൊട്ടാരത്തിൽ നിന്നാണ്. പത്രക്കാരനോട് ഇപ്പം സമയം എന്തുവായി? അയാൾ പറഞ്ഞു 11 മണിയായി. അപ്പം തിരുമേനി പറയാണ്, ഇപ്പം ഞാൻ മരിച്ചാൽ എൻ്റെ ഉച്ചഭക്ഷണം യേശുവിനോട് കൂടെ ആയിരിക്കും. പ്രിയപ്പെട്ട കോതമംഗലം നിവാസികളെ, മലങ്കര സഭാ വിശ്വാസികളെ, ഇപ്പോൾ ഞാൻ മരിച്ചാൽ നാളത്തെ പ്രഭാത ഭക്ഷണം യേശുവിനോട് കൂടെ ആയിരിക്കും. ഉറപ്പുണ്ടോ? ഉറപ്പാക്കണം. കാരണം കർത്താവായ യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അത് മതി. അതിനപ്പുറം എന്താ വേണ്ടത്? രക്തം നൽകി, വില നൽകി വീണ്ടെടുക്കപ്പെട്ട നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ മനുഷ്യരെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. വേറൊരു നാമത്തിന് നമ്മൾ രക്ഷിക്കാൻ സാധിക്കത്തില്ല. ആ അനുഭവമാണ് എനിക്കിത് പറയാൻ സാധിക്കുമെങ്കിൽ, ഇസ്രായേൽ പോലെയോട് ബന്ധമില്ലാതെ എനിക്കിത് പറയാൻ സാധിക്കുമെങ്കിൽ, എന്തുകൊണ്ട് ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട നിങ്ങൾക്ക് ഉറപ്പില്ല? ദൈവം നമുക്ക് വേണ്ടി പണിയുന്ന ഒരുക്കുന്ന നഗരത്തിനായി വിശുദ്ധിയോടെ കാത്തിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അവിടെ എത്തുമോ? ഉറപ്പാണോ? ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.